വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. 6ാം ക്ലാസ്സിലെ ബേസിക് സയൻസിൻ്റെ 4ാമത്തെ ചാപ്റ്ററാണ് നിങ്ങളെ ഫ്ലവറിങ് ആൻഡ് ഫ്രൂട്ടിങ്. പൂക്കാം കായ്ക്കാം കേട്ടോ. 3 വരെയുള്ള ചാപ്റ്ററാണ്. നമുക്ക് പരീക്ഷയ്ക്ക് 4ാമത്തെ പാഠവും കുറച്ചുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ അതുവരെ ഉള്ളത് നമ്മുടെ ചാനലിലുണ്ടായിരുന്നു. എല്ലാവരും കണ്ടു കാണും, പഠിച്ച് കാണും, എഴുതി കാണുമെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ 4ാമത്തെ പാഠമാണ് ഇപ്പോൾ തുടങ്ങുന്നത്. ടെസ്റ്റ് വായിച്ചൊക്കെ തന്നെയായിരുന്നു കുഞ്ഞുങ്ങളെ 1ഉം 2ഉം പാർട്ട് നമ്മൾ ഇട്ടത്. കറക്റ്റ് ഇത് 3ാമത്തെ പാർട്ടാണ്. അത് കിട്ടാത്തവർക്ക് കേട്ടോ ഒന്നുകൂടി ഞാനതൊന്ന് ഓടിച്ചിട്ട് പറയാം. നമുക്ക് ഒരു പാർട്ടും കൂടി ഇട്ടെങ്കിൽ അതിൻ്റെ ലെറ്റേഴ്സസ് എന്ന് വെച്ചാൽ അവസാനത്തെ കുറേ ഇതില്ലേ അതും കൂടി നമുക്ക് ഒരു പാർട്ടും കൂടി ഇട്ടെങ്കിലേ എഴുതാൻ പറ്റത്തുള്ളൂ കേട്ടോ. ബാക്കി മൊത്തം ഇതിനകത്തുള്ളത് നമുക്ക് നോക്കാം. ഡു ആൾ ഫ്ലവേഴ്സ് പ്രൊഡ്യൂസ് ഫ്രൂട്ട്സ്? എല്ലാ പൂക്കളിൽ നിന്നും കായ്കൾ ഉണ്ടാകുമോ? ടെസ്റ്റിലെ ചോദ്യമാണ് കേട്ടോ. നോ, ആൾ ഫ്ലവേഴ്സ് ഡു നോട്ട് പ്രൊഡ്യൂസ് ഫ്രൂട്ട്സ്. എല്ലാ പൂക്കളിൽ നിന്നും നമുക്ക് കായ്കൾ ഉണ്ടാകുന്നില്ല. എല്ലാ പൂക്കളിൽ നിന്നും കായ്കൾ ഉണ്ടാകുന്നില്ല. സം ഓഫ് ദ ഫ്ലവേഴ്സ് സീൻ അറൌണ്ട് യു ആർ ഗിവൺ ഇൻ ദ പിക്ചർ ബിലോ. വിച്ച് ഓഫ് ദീസ് ഫ്ലവേഴ്സ് ക്യാൻ യു ഐഡന്റിഫൈ? നിങ്ങളുടെ ചുറ്റുപാടും കാണുന്ന ചില പൂക്കളാണ് താഴെ ചിത്രത്തിൽ നൽകിയിരിക്കുന്നത്. ഇതിൽ ഏതെല്ലാം പൂക്കൾ തിരിച്ചറിയാൻ നമുക്ക് കഴിയും എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചത് കേട്ടോ. അപ്പം അതൊക്കെ ടെസ്റ്റിലേ ആണ് കുഞ്ഞുങ്ങളെ. ഇതൊക്കെ മുക്കുറ്റി, പിന്നെന്താ തുമ്പ കേട്ടോ, ലൂക്കസ് എന്ന തുമ്പപ്പൂവ്, പിന്നെ ടച്ച് മീ നോട്ട് എന്ന് വെച്ചാൽ എന്താ തൊട്ടാവാടി പൂവ്, കണിക്കൊന്ന, ഇതൊക്കെയാണ് കേട്ടോ. ഇതെല്ലാം നമ്മൾ എഴുതിയിട്ടുണ്ട്, കാണാൻ പറ്റുന്നുണ്ടല്ലോ കേട്ടോ. ലൂക്കസ് എന്നാണ്. ഈ ഓസിമം എന്ന് വെച്ചാൽ തുളസിയായിരുന്നു കേട്ടോ. ഞാൻ ഫസ്റ്റ് പാർട്ടിൽ അതായിരുന്നു എഴുതിയത്. ഓക്കെ, ക്ലിയർ ചെയ്തല്ലോ. അടുത്ത 3ാമത്തെ, പൂക്കൾ അവയുടെ നിറം, മണം, ഇതളുകളുടെ എണ്ണം എന്നിവ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ശരിയാ. എല്ലാ പൂക്കളും ഒരുപോലെയാണോ കുഞ്ഞുങ്ങളെ? അല്ല. ആണോ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എല്ലാ പൂക്കളും ഒരുപോലെയാണോ എന്ന്? അല്ല. അപ്പോൾ അതെന്താ? അത് ഡിഫറെൻറ്റ് ഫ്ലവേഴ്സ്, ഡിഫറെൻറ്റ് ഇൻ കളർ, സ്മെല്ല് ആൻഡ് നമ്പർ ഓഫ് പെറ്റൽസ് അല്ലേ. ഓരോ പൂക്കളും ഓരോ റോസയുടെ കൂട്ടാണോ പിച്ചിപ്പൂവിൻ്റെ കൂട്ടാണോ നമ്മുടെ സൂര്യകാന്തി പൂ അല്ലേ. ഓരോന്നും ഓരോ രീതിയിലും ഓരോ മണവും ഓരോ കളറും ഒക്കെയാണ് അല്ലേ. ആദ്യത്തെ 3 എണ്ണമാണ് അത്. ഇനി എൻ്റെ ടെസ്റ്റിൽ നമ്മുടെ അടുത്ത് കുറേ ചോദ്യങ്ങൾ ചോദിച്ചായിരുന്നു. നെയിം, കളറ്, ഫ്രാഗ്രൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മണത്തിന് പറയുന്ന ഇംഗ്ലീഷായിട്ടോ ഫ്രാഗ്രൻസ് കേട്ടോ, മണം. സിംഗിൾ ഫ്ലവറിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ന് വെച്ചാൽ ഒരു ഒറ്റ പൂവിന്, നമ്മളിപ്പോൾ റോസാപ്പൂ ഒറ്റയ്ക്ക് നിൽക്കുകയാണെങ്കിൽ അതിനെ ഇൻഫ്ലോറസെൻസ് കേട്ടോ. സിംഗിൾ പൂ അല്ല, ഇൻഫ്ലോറസെൻസ് എന്ന് വെച്ചാൽ പൂങ്കുലയാണ് കുഞ്ഞുങ്ങളെ. ഇപ്പോൾ മുല്ലപ്പൂവ്, റോസാപ്പൂ ആണെങ്കിൽ തന്നെ കൊലയായിട്ട് നിൽക്കുമല്ലോ കേട്ടോ. കൊലയായിട്ട് ഇപ്പോൾ തെറ്റിപ്പൂവ്, ഒരു തെറ്റിപ്പൂവായിട്ടാണോ കിളിക്കുന്നത്? ഒരു നമ്മളെന്താ അതിന് പറയുന്ന ഒരു കൂട്ടം അല്ലേ, അതിന് പറയുന്നതാണ് ഇൻഫ്ലോറസെൻസ് കേട്ടോ. കുല നമ്മൾ പൂങ്കുല എന്നാ പറയുന്നത് കേട്ടോ, പൂങ്കുല. അപ്പം നമ്പർ ഓഫ് പെറ്റൽസ് അതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അതുകൊണ്ട് ഇതിനകത്തിലെല്ലാം മലയാളവും ഇംഗ്ലീഷും എഴുതി വെച്ചിട്ടുണ്ട്. കാരണം നമുക്കിനി ബാക്കി എടുക്കേണ്ടതുകൊണ്ട് ഇനി ഇതും കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ 4ാമത്തെ ചോദ്യം ഉത്തരവാണ് കുഞ്ഞുങ്ങളെ എല്ലാം തന്നിട്ടുണ്ട്. കാണാത്തവർ 1ാമത്തെ പാർട്ട് കയറി കാണാം. 5ാമത്തെ ചോദ്യം എന്ന് വെച്ചാൽ ചെമ്പരത്തിപ്പൂവിൻ്റെ ഭാഗങ്ങൾ. അതാണ്ട് ചെമ്പരത്തിപ്പൂവിൻ്റെ ഭാഗങ്ങൾ അടയാളപ്പെടുത്താനായിട്ടോ വരച്ച് അതിൻ്റെ ഭാഗങ്ങൾ അടയാളപ്പെടുത്തണം കേട്ടോ. അത് ഞാൻ വരച്ചില്ല. നിങ്ങളുടെ ടെസ്റ്റിൽ ഓൾറെഡി നല്ല രീതിയിൽ തന്നെ ടെസ്റ്റിൽ വരച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗങ്ങൾ അടയാളപ്പെടുത്താം കേട്ടോ. 6ാമത്തത് പാർട്ട്, ഒരു പൂവിൻ്റെ ഭാഗങ്ങൾ, പൂവിന് ഏതൊക്കെ ഭാഗങ്ങളുണ്ട്, അവയുടെ ധർമ്മങ്ങൾ എന്തെല്ലാം. ഒന്ന് പെഡിസലാവും നിങ്ങളെ. പെഡിസൽ എന്ന് വെച്ചാൽ പൂഞ്ഞെട്ടാണ്. ഈ പൂഞ്ഞെട്ട് എന്ന് വെച്ചാൽ പൂവിനെ തണ്ടുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്നു. നമ്മുടെ പടത്തിൽ ഇതെല്ലാം ഉണ്ട്. പെഡിസൽ എന്ന് വെച്ചാൽ പൂവിനെ അതിൻ്റെ തണ്ടുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്നതാണ്. പുഷ്പാസനം എന്നാൽ തലാമസ് എന്ന് വെച്ചാൽ പൂവിൻ്റെ മറ്റു ഭാഗങ്ങൾക്ക് ഇരിപ്പിടം ഒരുക്കുന്നുണ്ട്. തലാമസ് എന്ന് വെച്ചാൽ അതെല്ലാം കൂടെ വന്നിരിക്കുന്ന സ്ഥലമാണ് തലാമസ് കേട്ടോ. പുഷ്പാസനം എന്നാണ് അതിൻ്റെ മലയാളം. പൂവിൻ്റെ മറ്റു ഭാഗങ്ങൾക്ക് ഇരിപ്പിടം ഒരുക്കുന്നത്. പ്രൊവൈഡ് ദ സീറ്റ് ഫോർ അതർ പാർട്ട് ഓഫ് ദ ഫ്ലവർ. കാലിക്സ്, വിതളപുടം കേട്ടോ. പടത്തിലുണ്ട് എൻ്റെ പൊന്നു കുഞ്ഞുങ്ങളെ. പടം നോക്കിയിട്ട് വേണം. കാലിക്സ് എന്ന് വെച്ചാണ്ട് ഇതൊക്കെ കുറച്ച് കഴിയുമ്പോൾ അങ്ങ് പൊഴിഞ്ഞു പോകുന്ന. നിങ്ങൾ ഇതാണ്ട് ഇങ്ങനെ മൊട്ടായിട്ടിരിക്കുമ്പോൾ കൂർപ്പിച്ച് ഇതെല്ലാം കൂടി ഇതിനകത്ത് കയറിയിരിക്കും. വിരിഞ്ഞ് കഴിയുമ്പോഴാണ് ഇതിങ്ങനെ സ്പ്രെഡായിട്ട് വെളിയിലോട്ട് ഇങ്ങനെ ആവുന്നത് കേട്ടോ. കാലിക്സ്, വിതളപുടം. ഫോംഡ് ഓഫ് സെപ്പൽസ് പ്രൊട്ടക്റ്റ് ദ ഫ്ലവേഴ്സ് ബഡ് ബൈ കവറിങ് ഇറ്റ്. വിതളങ്ങൾക്ക് ചേർന്ന് രൂപപ്പെട്ടതാണ്. പൂമുട്ടിനെ പൊതിഞ്ഞ് ഇത് സംരക്ഷിക്കുന്നു എന്നുള്ളതാണ് കേട്ടോ. 3 എണ്ണം ഓക്കെ ആണോ? 6ാമത്തെ ചോദ്യമാണ് കുഞ്ഞുങ്ങളെ. അത് കഴിഞ്ഞ് കൊറോള എന്താണ്? കൊറോള ദളപുടം എന്ന് വെച്ചാൽ ഫോംഡ് ഓഫ് പെറ്റൽസ് ഗിവ് ബ്യൂട്ടി ആൻഡ് ചാം ടു ദ ഫ്ലവർ. ഒരു പൂവിന് നല്ല ഭംഗിയും കളറും ഒക്കെ കൊടുക്കുന്നത് ആരാണ്? അതിൻ്റെ കൊറോളയാണ് കേട്ടോ. കൊറോള നമ്മളിപ്പോൾ റോസ് പൂവാണ്, മഞ്ഞ പൂവാണ്, ചുമന്ന പൂവാണെന്നൊക്കെ പറയുന്നത് അതിൻ്റെ കൊറോള നോക്കിയാണ് കേട്ടോ. ഓക്കെ, ആൻഡ്രോഷ്യവും ഗെയ്നോഷ്യവും
ആൻഡ്രീസിയം എന്നും പറഞ്ഞാലും മതി കേട്ടോ. ആൻഡ്രോ എന്ന് ഞാൻ പറഞ്ഞത് എന്താണെന്നറിയോ, DRO വന്നതുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിനാണ് ആൻഡ്രോസിയം, ആൻഡ്രീഷ്യം എന്ന് കറക്റ്റ് പറയുന്നത് കേട്ടോ. എങ്ങനെ പറഞ്ഞാലും മതി കുഞ്ഞുങ്ങളെ, നിങ്ങൾ ആ സ്പെല്ലിങ് കറക്റ്റായിട്ട് പഠിക്കുക കേട്ടോ. കേസരപുടം എന്നാണ് അതിൻ്റെ മലയാളം. ഫോംഡ് ഓഫ് സ്റ്റേമൻസ്, മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഓഫ് ദ ഫ്ലവർ ആണ്. മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടോ, അത് ഒരു മാർക്കിനൊക്കെ ചോദിക്കുന്നതാണ്. മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാ കുഞ്ഞുങ്ങളെ, ആൻഡ്രീഷ്യം. അങ്ങനെ ഗൈനീഷ്യം ഉണ്ട് കേട്ടോ. ഗൈനീഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഓഫ് എ ഫ്ലവർ. ഗൈനീഷ്യം കൺസിസ്റ്റ് ഓഫ് 1 or more കാർപ്പൽസ്. പൂവിൻ്റെ പ്രത്യുൽപാദന ഭാഗത്തിനെയാണ് നമ്മൾ ഗൈനോക്കോളജിസ്റ്റ് എന്നൊക്കെ നിങ്ങൾ ഡോക്ടർമാരുടെ പേര് കേട്ടിട്ടുണ്ടോ? ഗൈനോക്കോളജി എന്താ കേട്ടിട്ടുണ്ടോ നിങ്ങളെ? പൂവിൻ്റെ പ്രത്യുൽപാദന ഭാഗം എന്ന് വെച്ചാൽ ജനിപുടത്തിൽ ഒന്നോ അതിലധികമോ ജനികൾ ഉണ്ടാകും. ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ 1-2 പാർട്ടി പറഞ്ഞതാണ്. ഞാൻ പിന്നെ അറിയാത്തവർക്കൊന്ന് അറിയാൻ വേണ്ടി ഓടിച്ചിട്ടൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. എല്ലാം അതിനകത്ത് പറയുന്നുണ്ട് കുഞ്ഞുങ്ങളെ. 7ാമത്തേത് കംപ്ലീറ്റ് ഫ്ലവർ എന്നാൽ എന്ത്, അല്ലെങ്കിൽ പൂർണ്ണ പുഷ്പം എന്നാൽ എന്താണ്? എന്താ കുഞ്ഞുങ്ങളെ പൂർണ്ണ പുഷ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൊടുത്തിട്ടുണ്ട്. എന്താണ് അത് നമ്മൾ പാർട്ട് 2 അവിടെ മുതലായിരുന്നു. കാലിക്സും കൊറോളയും ആൻഡ്രീഷ്യം ഗൈനീഷ്യം ആർ ദ 4 മെയിൻ പാർട്ട് സീൻ ഇൻ ദ ഫ്ലവർ അല്ലേ. ഇത് ഇങ്ങനെ 4 പ്രധാന ഭാഗങ്ങളുണ്ട്. എ ഫ്ലവർ വിത്ത് ആൾ ദീസ് 4 പാർട്ടീസ് എ കംപ്ലീറ്റ് ഫ്ലവർ. വിതളപുടം, ദളപുടം, കേസരപുടം, ജനിപുടം എന്നീ 4 ഭാഗങ്ങളാണ് ഒരു പൂവിൽ പ്രധാനമായിട്ടും കാണപ്പെടുന്നത്. നല്ലപോലെ അറിയണേ കുഞ്ഞുങ്ങളെ. എന്നാലോ ഈ 4 ഭാഗങ്ങളുമുള്ള പൂവിനെ പൂർണ്ണ പുഷ്പം എന്നാണ് നമ്മൾ പറയുന്നത്. കംപ്ലീറ്റ് ഫ്ലവർ എന്നാൽ എന്തെന്ന് ചോദിക്കുമ്പോൾ എഴുതാനുള്ളത് കേട്ടോ. ഈ മലയാളവും ഇംഗ്ലീഷും കൂടെ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഇത്രയായിട്ട് തോന്നുന്നത് കേട്ടോ. അവനവൻ്റെ എഴുതിയെടുത്ത് പഠിക്കണേ. അടുത്ത ആർ ഓൾ ഫ്ലവേഴ്സ് കംപ്ലീറ്റ്. ഇനി എല്ലാ പുഷ്പങ്ങളും പൂർണ്ണ പുഷ്പങ്ങളാണോ കുഞ്ഞുങ്ങളെ? നമ്മൾ എല്ലാ പൂവിനെയും നോക്കും. ജമന്തിപ്പൂ, പിച്ചിപ്പൂ, പിന്നെന്താ ഇഷ്ടമുള്ള ഒരുപാട് പൂ, ഇതെല്ലാം പൂർണ്ണ പുഷ്പങ്ങളാണോ? അല്ല കേട്ടോ. ഞാൻ അതിൻ്റെ നട കുറേ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. റോസ്, അതിന് പെഡിസലുണ്ട്, തലാമസ് ഉണ്ട്, സെപ്പലുണ്ട്, പെറ്റലുണ്ട്, ആൻഡ്രോഷ്യം ഉണ്ട്, ഗൈനീസിയം ഉണ്ട് അല്ലേ. ഷോ ഫ്ലവർ, ചെമ്പരത്തി, ഹിബിസ്കസ് എന്നും അതിനെ പറയാം കേട്ടോ നിങ്ങളെ. ഹിബിസ്കസ് ഞാൻ കമൻറ്റ് കണ്ടായിരുന്നു, അതിനെ ചെമ്പരത്തി എന്നും പറയാം. പിന്നെ പെഡിസലുണ്ട്, തലാമസ്, അതിനും ഇതെല്ലാം ഈ പറയുന്ന എല്ലാം ഉണ്ട്. എന്നാൽ ഇല്ലാത്തത് കൊണ്ട് കേട്ടോ. അങ്ങനെയും ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ട്. നമുക്ക് ഓരോന്നും പഠിച്ച് പോകാം. 9 നല്ലതുപോലെ പഠിക്കണേ കേട്ടോ. നമ്മുടെ ഓരോ 8ാമത്തെ ചോദ്യം, എല്ലാ പുഷ്പങ്ങളും പൂർണ്ണ പുഷ്പങ്ങളാണോ? ആൾ ഫ്ലവേഴ്സ് കംപ്ലീറ്റ് ഫ്ലവേഴ്സ് ആണോ? അല്ല അല്ലേ. അപ്പോൾ അത് ഇത് നല്ലപോലെ ഒന്ന് നോക്കണേ. അടുത്ത 10ാമത്തത്, ഇനി നമ്മൾ പറഞ്ഞു പൂക്കാത്ത സസ്യങ്ങളുണ്ട് കുഞ്ഞുങ്ങളെ. പൂക്കൾ ഉണ്ടാവാത്ത സസ്യങ്ങളുണ്ട് കേട്ടോ. നോൺ ഫ്ലവറിങ് പ്ലാന്റ്സ് ഏതാണെന്നറിയോ? പൈൻ ട്രീ അറിയാമോ? അതുപോലെ തന്നെ സൈക്കസ് എന്ന് പറയുന്നത്, സ്പെല്ലിങ് നല്ലപോലെ നോക്കണേ, സൈക്കസ് കേട്ടോ. പിന്നെ പന്നൽ എന്ന് പറയുന്നത് വെച്ചാൽ ഫേൺസ്. പന്നലും നമ്മൾ അയ്യത്തൊക്കെ നിൽക്കത്തില്ലേ, അതാ ഞാൻ അന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ അതൊക്കെ പറഞ്ഞതാണ് കേട്ടോ. ഫേൺസ്, പന്നൽ. മോസസ് എന്ന് വെച്ചാൽ പായലാണ് കേട്ടോ. പായൽ. ഇതിനൊന്നും എന്താണ്, പൂക്കളില്ല കേട്ടോ. നിങ്ങൾ ഇനി ആയാലും ശ്രദ്ധിച്ചാൽ മതി, ഇതിനൊന്നും പൂക്കളില്ല എന്നുള്ള. അപ്പം നോൺ ഫ്ലവറിങ് പ്ലാന്റ്സും ഫ്ലവറിങ് പ്ലാന്റ്സും നമുക്കറിയാം അല്ലേ. നമുക്ക് പൂക്കൾ ഏതൊക്കെ ഉണ്ടെന്ന് നമുക്ക് അറിയാവുന്നതാണ്. പൂ ഇല്ലാത്ത ഏതാണെന്ന് ചിലപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് വരും കുഞ്ഞുങ്ങളെ. അപ്പോൾ ഈ 4 പേരൊന്ന് ഓർത്ത് വെച്ചേക്കണേ. ഇനി നീലക്കുറിഞ്ഞിയെക്കുറിച്ച് നമ്മുടെ ബോക്സിൽ ടെസ്റ്റിനകത്തിൽ തന്നിട്ടുണ്ട്. അത് ഞാനിനി പ്രത്യേകിച്ച് പറയേണ്ടല്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നീലക്കുറിഞ്ഞി എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര 12 വർഷത്തിലൊരിക്കൽ പൂക്കുന്നതാണ് എന്നൊക്കെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ പാർട്ട് 2 നല്ലതുപോലെ പറഞ്ഞതാണ് കേട്ടോ. ഇനി സസ്യങ്ങൾക്ക് പൂക്കൾ കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തെല്ലാം കുഞ്ഞുങ്ങളെ? ഇനി നമ്മൾ ഇതൊക്കെ നമ്മൾ ഓൾറെഡി 1-2 പാർട്ടി പറഞ്ഞുകൊണ്ടാണ് ഞാൻ ടെസ്റ്റ് വായിക്കാതെ അങ്ങ് പോകുന്നത്. സസ്യങ്ങൾക്ക് പൂക്കൾ കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തെല്ലാം, ചെടികളിൽ പൂക്കൾ ഉണ്ടാകുന്നത് കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തെല്ലാം, ഈ രണ്ടും ഒരേ ഇത് വരുന്നതാണ് അല്ലേ. വാട്ട് ആർ ദ ബെനിഫിറ്റ് ഓഫ് ഫ്ലവറിങ് ഇൻ പ്ലാന്റ്സ്, അല്ലെങ്കിൽ ഫങ്ഷൻസ് ഓഫ് ഫ്ലവേഴ്സ് എന്ന് ചോദിച്ചാലും കേട്ടോ. രണ്ട് ചോദ്യത്തിൻ്റെ ഉത്തരം നോക്കി നിങ്ങളെ. ഫ്രൂട്ട്സ് ഈസ് ഫോംഡ് ഫ്രം ഫ്ലവർ. പൂവിൽ നിന്നാണ് ഫലം ഉണ്ടാകുന്നത് കേട്ടോ. ഫ്രൂട്ട്സ് ഈസ് ഫോംഡ് ഫ്രം ഫ്ലവർ. പൂവിൽ നിന്നാണ് ഫലം ഉണ്ടാകുന്നത്. സീഡ് ഈസ് ഫോംഡ് ഫ്രം ഫ്രൂട്ട്സ്. ഫലത്തിൽ നിന്നാണ് വിത്ത് ഉണ്ടാകുന്നത് അല്ലേ. ഫ്രൂട്ട്സിൽ നിന്നാണ് എന്താ കുഞ്ഞുങ്ങളെ, സീഡ് ഉണ്ടാകുന്നത് അല്ലേ. ന്യൂ പ്ലാന്റ്സ് അറൈസ് ഫ്രം സീഡ്സ്. വിത്തിൽ നിന്നും പുതിയ സസ്യങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നു കേട്ടോ. അതിൻ്റെ ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ പൂവിൽ നിന്നാണ് എന്താ കായ ഉണ്ടാകുന്നത്, കായിൽ നിന്നാണ് വിത്ത് ഉണ്ടാകുന്നത്, വിത്തിൽ നിന്നാണ് അടുത്ത ഒരു പ്ലാന്റ്സ് ഉണ്ടാകുന്നത് കേട്ടോ. ഇതാണ് ചുരുക്കി ഈ പറഞ്ഞിരിക്കുന്ന 3 ഒന്ന് പഠിച്ചു വെച്ചിരിക്കണേ. അടുത്ത, എങ്ങനെയാണ് പൂവിൽ നിന്ന് ഫലവും വിത്തും ഉണ്ടാകുന്നത്? ഹൗ ഡസ് എ ഫ്ലവർ പ്രൊഡ്യൂസ് ഫ്രൂട്ട്സ് ആൻഡ് സീഡ്സ്? ഇതെല്ലാം നമ്മൾ ടെസ്റ്റ് വായിച്ച് പറഞ്ഞതാണ് കേട്ടോ. ഈ ടെസ്റ്റ് ഇതുവരെ കിട്ടാത്തവർക്ക് വേണ്ടി ഒന്നുകൂടെ പറഞ്ഞതാണ്. ഫ്രൂട്ട്സ് ആൻഡ് സീഡ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ഫ്രം ഫ്ലവേഴ്സ് ത്രൂ റീപ്രൊഡക്ഷൻ. പ്രത്യുൽപാദനം വഴിയാണ് കുഞ്ഞുങ്ങളെ പൂവിൽ നിന്ന് ഫലവും വിത്തും ഉണ്ടാകുന്നത്. എന്താണ്? റീപ്രൊഡക്ഷൻ. പ്രത്യുൽപാദനം വഴിയാണ് പൂവിൽ നിന്ന് ഫലവും വിത്തും ഉണ്ടാകുന്നത്. 13. അടുത്ത 14ാമത്തത്, വിച്ച് ആർ ദ റീപ്രൊഡക്ഷൻ
റീപ്രൊഡക്റ്റീവ് പാർട്ട് ഓഫ് എ ഫ്ലവർ. ഏതൊക്കെയാണ് പൂവിൻ്റെ പ്രത്യുൽപാദന ഭാഗങ്ങൾ? മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനുമാണ് കേട്ടോ. അതിപ്പോൾ അല്ലാതെ നമുക്കൊന്ന് ചിന്തിക്കാവുന്നതാണ് അല്ലേ. മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനും ആൻഡ്രീഷ്യവും ഗെയ്നീഷ്യവും. അത് നമ്മൾ കേസരപുടമെന്നും ജനിപുടമെന്നുമാണ് കേട്ടോ. എൻ്റെ മലയാളം ഒന്ന് അറിയണേ കുഞ്ഞുങ്ങളെ കേട്ടോ. ആൻഡ്രീഷ്യവും ഗെയ്നീഷ്യത്തിൻ്റെയും കേസരപുടമെന്നും ജനിപുടമെന്നും കേട്ടോ. ആൺ പ്രത്യുൽപാദന അവയവും പെൺ പ്രത്യുൽപാദന അവയവും കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം എന്തുവാ ഈ കുഞ്ഞുങ്ങളെ ആൻഡ്രീഷ്യം അല്ലെ കേസരപുടം എന്നാൽ എന്താണ്? നമ്മളിപ്പോൾ കുറച്ച് നേരം കൊണ്ട് ആൻഡ്രോ എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലേ. എന്തുവാ ഈ ആൻഡ്രോഷ്യം ഗെയ്നോഷ്യം? ആൻഡ്രോസിയം എന്നാ കുഞ്ഞുങ്ങളെ ഞാൻ പഠിപ്പിക്കുമ്പോൾ എന്താണെന്നറിയോ, ആൻഡ്രോസിയം എന്ന് പഠിപ്പിക്കുക. അപ്പോൾ അത് DRO അതിനകത്തിൽ ഓൾറെഡി ആ പറയുന്നതിൽ തന്നെ വരുന്നുണ്ട്. സി അപ്പം അതിനകത്തിലുണ്ട്. ഈ ഷിയം ആൻഡ്രീഷ്യം എന്നൊക്കെ പറയുമ്പോഴേ ഒന്നും ചിലപ്പോൾ അതിനകത്ത് നിങ്ങൾ എഴുതാൻ മറന്നുപോകും. അതുകൊണ്ടാണ് ആൻഡ്രോ എന്ന് ഞാൻ പറഞ്ഞത് കേട്ടോ. ആൻഡ്രീഷ്യം ഷീ എന്ന് പറയുന്നത് CAയുടെ കേട്ടോ. ഓക്കെ, എന്തെങ്കിലും ആയിക്കോട്ടെ, സ്പെല്ലിംഗ് കറക്റ്റായിട്ട് പഠിച്ചോണേ. ആൻഡ്രീഷ്യം ഈസ് കമ്പോസ്ഡ് ഓഫ് സ്റ്റേമൻസ്. കേസരങ്ങൾ ചേർന്നാണ് കേസരപുടം ഉണ്ടാകുന്നത്. ഈ സ്റ്റേമൻസ് ഹാവ് പാർട്സ് കാൾഡ് ഫിലമെൻ്റ് ആൻഡ് ആൻഡർ. അതായത് നിങ്ങളുടെ ടെസ്റ്റിൽ അതിൻ്റെ പടം ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ട്. ഈ പറയുന്ന സംഭവങ്ങളാണ് ഞാൻ ഈ പറയുന്നത് കണ്ടോ. ഈ പൂവ് നമ്മളിതെല്ലാം ടെസ്റ്റിലെ എല്ലാ ക്വസ്റ്റ്യൻ ആൻസറും പറഞ്ഞാണേ വരുന്നത്. ഇതെല്ലാം പറഞ്ഞതായതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടെ പറഞ്ഞത്. സ്റ്റേമൻസ് ഹാവ് പാർട്ട് കാൾഡ് ഫിലമെൻ്റ് ആൻഡ് ആൻഡർ. കേസരത്തിന് തന്തുകം പരാഗി എന്നീ 2 ഉണ്ട് കേട്ടോ. പോളൻ ഗ്രെയിൻസ് ആർ പ്രസൻറ്റ് ഇൻ ദ ആൻഡർ ചാമ്പേഴ്സ്. പരാഗിയിലെ അറകളിലാണ് പരാഗരേണുക്കൾ ഉള്ളത്. പോളൻസ് ഗ്രെയിൻസ് കണ്ടെയ്ൻസ് മെയിൽ ഗ്യാമേറ്റ്സ്. ഇത് നല്ലതുപോലെ ഒന്ന് പഠിക്കണേ കുഞ്ഞുങ്ങളെ. കേസരപുടത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ആൻഡ്രീഷ്യത്തെക്കുറിച്ചാണ്. പോളൻ ഗ്രെയിൻസ് കണ്ടെയ്ൻസ് മെയിൽ ഗ്യാമേറ്റ്സ്. പുംബീജത്തെ അല്ലെങ്കിൽ ആൺബീജ കോശം എന്ന് പറയും വഹിക്കുന്ന ഭാഗങ്ങളാണ് പരാഗരേണുക്കൾ എന്ന് പറയുന്നത്. അപ്പോൾ ആൻഡ്രീഷ്യം ഇതാണെങ്കിൽ ഗെയ്നീഷ്യം എന്തായിരിക്കും കുഞ്ഞുങ്ങളെ? എന്തായിരിക്കും? ഗെയ്നീഷ്യം ഈസ് ദ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഓഫ് എ ഫ്ലവർ. നമ്മൾ മെയിലും ഫീമെയിലും തിരിഞ്ഞു പോകില്ല കേട്ടോ. മെയിലാണ് ആൻഡ്രീഷ്യം, ഫീമെയിലാണ് ഗെയ്നീഷ്യം കേട്ടോ. ദ കാർപ്പൽ കൺസിസ്റ്റ് ഓഫ് സ്റ്റിഗ്മ, സ്റ്റൈൽ ആൻഡ് ഓവറി. നടിതാ കുഞ്ഞുങ്ങളെ അടുത്ത കാർപ്പൽ. ഇത് നമ്മൾ സ്റ്റെമിനെ കുറിച്ചായിരുന്നു ഇത് പറഞ്ഞത്. അതിന് 2 ഉണ്ടായിരുന്നു. കാർപ്പലാണ് അടുത്തത്. കാർപ്പലിന് എന്തൊക്കെയുണ്ടെന്ന് നോക്കിയാൽ സ്റ്റിഗ്മയുണ്ട്, സ്റ്റൈലുണ്ട്, ഓവറി ഉണ്ട്, ഒവ്യൂളുണ്ട് കേട്ടോ. അപ്പം ഇത് എഗ് ഓർ ഫീമെയിൽ ഗാമേറ്റ് ഈസ് ഫൗണ്ട് വിത്തിൻ ദ ഒവ്യൂൾ ഇൻ ദ ഓവറി. അണ്ടാശയത്തിനുള്ളിലെ ഒവ്യൂളിനുള്ളിലാണ് അണ്ടം അഥവാ ഈ പെൺബീജകോശം കാണപ്പെടുന്നത്. ഓക്കെ ആണോ 3 പേര്? പൂവിൻ്റെ പെൺ പ്രത്യുൽപാദന ഭാഗമാണ് നമ്മൾ ഈ ജനിപുടം അല്ലെങ്കിൽ ഗൈനീഷ്യം എന്ന് പറയുന്നത്. ജനിയിൽ പരാഗണസ്ഥലം, ജനിതണ്ട്, അണ്ടാശയം, ഓവറി കേട്ടോ അതുകൊണ്ട് എന്നീ ഭാഗങ്ങളുണ്ട്. ദ എഗ് ഓർ ഫീമെയിൽ ഗാമേറ്റ്സ് ഈസ് ഫൗണ്ട് വിത്തിൻ ദി ഒവ്യൂൾ ഇൻ ദ ഓവറി. അണ്ടാശയത്തിനുള്ളിലെ ഒവ്യൂളിനുള്ളിലാണ് അണ്ടം അഥവാ പെൺബീജകോശം കാണപ്പെടുന്നത്. 16 ഓക്കെ ആണോ? 17ാമത്തെ ചോദ്യം, വിച്ച് ആർ ദ പാർട്ട് ഓഫ് എ സ്റ്റേമൻസ്? ഏതൊക്കെ ഭാഗങ്ങൾ ചേർന്നതാണ് കേസരം? തന്തുകം, പരാഗി, ആന്തറും ആൻഡ് ഫിലമെന്റ്. വേർ ആർ പോളൻ ഗ്രെയിൻസ് ഫൗണ്ട്? പരാഗരേണുകൾ കാണപ്പെടുന്നത് എവിടെയാണ്? പോളൻ ഗ്രെയിൻസ് ആർ ഫൗണ്ട് ഇൻ ദ ആൻഡർ ചാമ്പേഴ്സ്. പരാഗിയിലെ അറകളിലാണ്. വിച്ച് ആർ ദ പാർട്ട് ഓഫ് ദ കാർപ്പൽ? ജനിയുടെ ഭാഗങ്ങൾ ഏതെല്ലാമാണ്? സ്റ്റിഗ്മ, സ്റ്റൈല്, ഓവറി ആൻഡ് ഒവ്യൂള്. പരാഗണസ്ഥലം, ജനിതണ്ട്, അണ്ടാശയം. ഇതെല്ലാം നമ്മുടെ ടെസ്റ്റിലെ ക്വസ്റ്റ്യൻ്റെ ആൻസറാണ്. 19. അടുത്ത 20ാമത്തത്, വേർ ഈസ് എ ഫീമെയിൽ ഗ്യാമേറ്റ് സീൻ? പെൺബീജം കാണപ്പെടുന്നത് എവിടെയാണ്? അടുത്ത നോക്കിയോ നിങ്ങളെ, വേർ ഈസ് എ ഫീമെയിൽ ഗാമേറ്റ്സ് സീന്? പെൺബീജം കാണപ്പെടുന്നത് എവിടെയാണ്? ഒവ്യൂൾ ഇൻ ദ ഓവറി. അണ്ടാശയത്തിനുള്ളിലെ ഒവ്യൂളിലാണ് കേട്ടോ. ഇനി ചെമ്പരത്തിപ്പൂവിൻ്റെ ചിത്രം വരച്ചിട്ട് ഭാഗങ്ങൾ അടയാളപ്പെടുത്താൻ ചോദിക്കുന്നുണ്ട്. ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നമ്മൾ പറഞ്ഞതാവും നിങ്ങളെ. ബാക്കി നമുക്ക് എടുക്കാം. ചെമ്പരത്തിപ്പൂവിൻ്റെ ചിത്രം വരച്ചിട്ട് വരയ്ക്കണം കേട്ടോ. ക്യാൻ എ ഫ്ലവർ ഹാവ് മോർ ദാൻ 1 ഓവറി? ഒരു പൂവിൽ ഒന്നിലധികം അണ്ടാശയങ്ങൾ ഉണ്ടാകുമോ? യെസ്. സം ഫ്ലവേഴ്സ് ഹാവ് മോർ ദാൻ 1 ഓവറി. ഉണ്ടാകും. ചില പൂക്കളിൽ ഒന്നിലധികം അണ്ടാശയങ്ങൾ കാണപ്പെടും എന്നാ പറയുന്നത്. 23ാമത്തെ ചോദ്യം നോക്കിക്കേ. ഗിവ് എക്സാമ്പിൾ ഓഫ് എ ഫ്ലവറിംഗ് ഹാവിംഗ് മൾട്ടിപ്പിൾ ഓവറീസ് ഇൻ എ സിംഗിൾ ഫ്ലവർ. ഒരു പൂവിൽ ഒന്നിലധികം അണ്ടാശയമുള്ള പൂവുകൾക്ക് ഉദാഹരണം പറയാൻ പറഞ്ഞിട്ടുണ്ട്. ചെമ്പകപ്പൂവുണ്ട്, ലോട്ടസ് ഉണ്ട്, കസ്റ്റാർഡ് ആപ്പിൾ ഉണ്ട്, സീതപ്പഴം എന്നാണ് പറയുന്നത് കേട്ടോ. ആൻഡ് പോളിയാൽത്തിയ എന്നാട്ടോ, അരണമരപ്പൂവ്. പോൾ കേട്ടോ, ആ പേരൊക്കെ നല്ല പോളിയാൽത്തിയ എന്നാട്ടോ.
കേട്ടോ. പേരും നല്ലപോലെ നോക്കണേ. അപ്പോൾ ഇത്രയായിരുന്നു നമ്മൾ 1, 2 പാർട്ടിലിട്ടത്. അത് നല്ലപോലെ നോക്കണേ കുഞ്ഞുങ്ങളെ കേട്ടോ. അടുത്ത പാർട്ട് 3 മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലവേഴ്സ്. പൂക്കളിൽ തന്നെ ആണും പെണ്ണും ഉണ്ട് കുഞ്ഞുങ്ങളെ കേട്ടോ. അത് നമ്മൾ വിചാരിക്കുകയെ അങ്ങനെ ഉണ്ടോന്ന്. ഉണ്ട്. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഒരു റംബൂട്ടാൻ്റെ മരം കൊണ്ട് നട്ട് നോക്കിയാലേ അത് ആണെന്നോ പെണ്ണ അതിനൊരു നമുക്കറിയാമല്ലോ ഒരു പിടിക്കേണ്ട ഒരു കാലഘട്ടം ഉണ്ടല്ലോ. അത് കഴിഞ്ഞു അത് പിടിച്ചില്ലേ ഓർത്താൽ മതി അത് ആണാണ്. അതിനൊരു പേര് കൊണ്ട് വെച്ചെങ്കിൽ മാത്രമേ എന്താണെന്നറിയോ അത് പൂക്കത്തുള്ളൂ. ചില മരങ്ങളിലെല്ലാം അങ്ങനെ പ്രത്യേകതകളുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള അപ്പൂപ്പനോടോ അമ്മൂമ്മയോടോ ഒക്കെ ചോദിച്ചാൽ മതി, പഴയ ആൾക്കാർക്കെല്ലാം അറിയാം. ചില മരങ്ങളിൽ അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെ നോക്കിക്കേ, മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലവേഴ്സ്. പൂക്കളിലും ആണും പെണ്ണും ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പം നമ്മുടെ ടെസ്റ്റിൽ ഇവിടെ മുതലാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ. പൂക്കളിൽ ആണും പെണ്ണും. നോക്കിയേ, ആർ ദെയർ മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലവേഴ്സ്. അതൊരു ചോദ്യം കേട്ടോ. അപ്പോൾ നോക്കിക്കേ, ഇവിടെ നമ്മളത് വായിച്ചങ്ങ് വിടാം അല്ലേ. നോക്കിക്കേ, ലെറ്റ്സ് ഡു ആൻ ആക്ടിവിറ്റി ഇൻ ഗ്രൂപ്പ് ടു ഫൈൻഡ് ഔട്ട് വെദർ ആൻഡ്രോഷ്യം ആൻഡ് ഗെനീഷ്യം ആർ ഫൗണ്ട് വിതിൻ ദ സെയിം ഫ്ലവർ ഇൻ ഓൾ ദ ഫ്ലവേഴ്സ് യു ഹാവ് ഒബ്സർവ്ഡ്. മെറ്റീരിയൽസ് റിക്വയർഡ് ഫ്ലവേഴ്സ് ഓഫ് ലേഡീസ് ഫിംഗർ ആൻഡ് പംകിൻ ഹാൻഡ് ലെൻസ്. ഒബ്സർവ് ദ ഫ്ലവേഴ്സ് ഓഫ് ലേഡീസ് ഫിംഗർ ആൻഡ് പംകിൻ. ഫൈൻഡ് ദെയർ ആൻഡ്രോഷ്യം ആൻഡ് ഗെനീഷ്യം ആർ ആൻഡ്രോഷ്യം ആൻഡ് ഗെനീഷ്യം ഫൗണ്ട് ഇൻ ദ സെയിം ഫ്ലവേഴ്സ് ഇൻ ദ ബോത്ത് ഓഫ് ദീസ്. ഹൗ ഡു ദ ടു ഫ്ലവേഴ്സ് ഡിഫറൻറ്റ് ഇൻ ദീസ് റിഗാർഡ് എന്നൊക്കെയാണ്. അപ്പോൾ വായിച്ചപ്പോൾ നിങ്ങൾക്കൊന്നും മനസ്സിലായത് കാണത്തില്ല. ഞാനിങ്ങനെ വായിച്ചു പോയത് എന്ന് വെച്ചാൽ അതിനകത്ത് ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ടൊന്നും ഇല്ല കുഞ്ഞുങ്ങളെ. അതുകൊണ്ടാണ് ഞാൻ വലിയ ഇത് പറയാൻ. എന്തെന്ന് അറിയോ, പൂക്കളിൽ ആണും പെണ്ണും ഉണ്ടോ എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. നിങ്ങൾ നിരീക്ഷിച്ച എല്ലാ പൂക്കളിലും കേസരപിടവും ജനിപിടവും ഒരേ പൂവിൽ കാണുന്നുണ്ടോ എന്ന് കണ്ടെത്താൻ ഒരു പ്രവർത്തനം നിങ്ങൾ ചെയ്യണമെന്ന്. അതിനാവശ്യമായ സാധനങ്ങൾ വെച്ചാൽ വെണ്ടയുണ്ടല്ലോ കുഞ്ഞുങ്ങളെ, വെണ്ട, അതും മത്തൻ എന്നിവയുടെ പൂക്കൾ എടുക്കുക കേട്ടോ. ഹാൻഡ് ലെൻസും വേണം. വെണ്ടയുടെ പൂക്കളും മത്തൻ്റെ പൂക്കളും നിങ്ങൾ നിരീക്ഷിച്ചു നോക്കുക. അവയുടെ കേസരപുടം ജനിപുടം എന്നീ ഭാഗങ്ങൾ കണ്ടെത്തുക. 2 പൂക്കളും കേസരപുടവും ജനിപുടവും ഒരേ പൂവിൽ തന്നെയാണോ കാണുന്നത്? 2 പൂക്കളും ഇക്കാര്യത്തിൽ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം എന്താണെന്നറിയോ, ഞാൻ അത്രയും വായിച്ച സ്പീഡിൽ വിട്ടത്. അതിൻ്റെ ഇപ്പുറത്താണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ വന്നേക്കുന്നത് കേട്ടോ. ഇവിടെ നോക്കിയ ലേഡീസ് ഫിംഗർ ഫ്ലവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെണ്ടയുടെ പൂവാണ് കേട്ടോ. വെണ്ടയ്ക്ക അല്ലയോ, അതിൻ്റെ പൂവാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇത് എന്താണ്, മത്തൻ്റെ പംകിൻ ഫ്ലവേഴ്സ് എന്ന് വെച്ചാൽ മത്തൻ്റെ പൂവാണ് കൊടുത്തിരിക്കുന്നത് കണ്ടോ. വെണ്ടയുടെ പൂവും മത്തയുടെ പൂവുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ലിസ്റ്റ് യുവർ ഫൈൻഡ്. നിങ്ങൾ അതിനെക്കുറിച്ച് എഴുതാനാണ് ചോദിച്ചിരുന്നത്. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ. അതാ എഴുതി വെച്ചിരിക്കുന്നത്. നോക്കിയേ, ആൻഡ്രീഷ്യം ആൻഡ് ഗെനീഷ്യം ആർ ഫൗണ്ട് ഇൻ ദ സെയിം ഫ്ലവർ. കേസരപുടവും ജനിപുടവും ഒരേ പൂവിൽ കാണപ്പെടുന്നു എന്നാണ് ഇതിൻ്റെ പ്രത്യേകത. എന്താ നിങ്ങളെ, ഗെനീഷ്യവും ആൻഡ്രീഷ്യവും എന്താണ്, അതായത് ജനിപുടവും കേസരപുടവും ഈ വെണ്ടയുടെ ഒരു പൂവിൽ തന്നെ കാണുന്നു എന്നാണ് പറയുന്നത്. എന്നാൽ പംകിൻ ഫ്ലവർ അല്ലേ, മത്തയുടെ പൂവിനകത്തിൽ എങ്ങനെയാണ് പറയുന്നത്, കേസരപുടവും ജനിപുടവും വെവ്വേറെ പൂക്കളിലാണ് കാണപ്പെടുന്നതെന്നാണ് കേട്ടോ. ഇത് വെണ്ടയുടെ ആണെങ്കിൽ 2ഉം ഒരേ പൂവിൽ കാണപ്പെടുന്നു. 2ഉം അതായത് ജനിപുടവും കേസരപുടവും ഒരു പൂവിൽ തന്നെ കാണപ്പെടുന്നു. എന്നാൽ കേസരപുടവും ജനിപുടവും വേറെ വേറെ പൂവിൽ കാണപ്പെടുന്നതാണ് മത്തൻ. അത് തിരിഞ്ഞു പോവല്ലേ കേട്ടോ. ടെസ്റ്റിൽ അതാണ് പടം ഉൾപ്പെടെ തന്നിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് താഴെ ഉള്ള ചോദ്യത്തിൻ്റെ ഉത്തരമാണിത്. ഓക്കെ ആണോ? അതിൻ്റെ തൊട്ട് താഴെ കുറേ കാര്യങ്ങൾ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. അനലൈസ് ദ ടേബിൾ. ഇൻ സം ഫ്ലവേഴ്സ് ആൻഡ്രീഷ്യം ആൻഡ് ഗെനീഷ്യം ആർ ഫൗണ്ട് ഇൻ ദ സെയിം ഫ്ലവർ ബട്ട് ദെയർ ആർ പ്ലാന്റ്സ് ഇൻ വിച്ച് ആൻഡ്രീഷ്യം ആൻഡ് ഗെനീഷ്യം ആർ സീൻ ഇൻ ദ സെപ്പറേറ്റ് ഫ്ലവേഴ്സ്. ഹാവ് ഈസ് അണ്ടർസ്റ്റുഡ് ദീസ് ഫ്രം ദ ടേബിൾ. മെയിൽ ഫ്ലവേഴ്സ് ആർ ഫോളോവേഴ്സ് ദി ആൻഡ്രോഷ്യം എന്ന് വെച്ചാൽ ഇനി അങ്ങോട്ട് ചോദ്യങ്ങളാവും നിങ്ങൾ. ഇതാ മെയിൽ എന്തുവാണ് ഈ ആൺപൂക്കളും പെൺപൂക്കളും എന്താണ് അല്ലേ. നമ്മൾ പറഞ്ഞു എന്താ, കേസരപുടവും ജിനിപുടവും ഒരേ പൂവിൽ വരുന്നത്, ഒറ്റ പൂവിലാവും ഞങ്ങളെ. പടം കണ്ടാൽ തന്നെ ഇപ്പോൾ ഇതൊരു വെണ്ടയുടെ ഒരു പൂവാണ്, ഇതിനകത്തിൽ തന്നെ 2 എണ്ണം ഉണ്ടെന്ന് കേട്ടോ. എന്നാലോ പംകിനാണെങ്കിൽ അത് നോക്കിക്കേ, ഇവിടെ നോക്കി ഇതുണ്ട് കണ്ടോ, ഇതിൻ്റെ ചെവിട്ടിൽ കണ്ടോ, അതുകൊണ്ട് ഇങ്ങനെ ഒരു ബോൾ പോലെ, ഇതിനതില്ല. അപ്പോൾ ആ ഒരു ഇതിൽ തന്നെ 2 എണ്ണം വന്നത് നമുക്ക് കണ്ടാൽ അറിയാൻ പറ്റും അല്ലേ. പക്ഷേ ഇതോ, ഇതിനകത്ത് തന്നെയാണ് എല്ലാം. മനസ്സിലായോ? അപ്പം മെയിൽ ഫ്ലവർ ആൺപൂക്കളും പെൺപൂക്കളും എന്താണെന്നാണ്. മെയിൽ ഫ്ലവേഴ്സ് ആർ ഫ്ലവേഴ്സ് വിത്ത് ആൻഡ്രീഷ്യം ഒള്ളി. കേസരപുടം മാത്രം കാണപ്പെടുന്ന പൂക്കളെയാണ് ആൺപൂക്കൾ എന്ന് പറയപ്പെടുന്നത്. ആൻഡ്രീഷ്യം മാത്രമുള്ളതാണ്, കേസരപുടം മാത്രമുള്ളതിനെയാണ് നമ്മൾ മെയിൽ ഫ്ലവേഴ്സ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് എന്താ ഫീമെയിൽ പറയാൻ പറ്റത്തില്ല. എന്താ, ഗെനീഷ്യം മാത്രമുള്ളതിനെയാണ് ഫീമെയിൽ ഫ്ലവർ അല്ലേ. ജനിപുടം മാത്രമുള്ളതിനെയാണ് പെൺപൂ എന്ന് പറയപ്പെടുന്നത് കേട്ടോ. അടുത്തത് ഇതെല്ലാം ടെസ്റ്റിലെ ചോദ്യം കേട്ടോ. ക്യാൻ മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലവേഴ്സ് ബി കാൾഡ് യൂണിസെക്ഷൽ ഫ്ലവേഴ്സ്.
ക്യാൻ മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലവേഴ്സ് കാൾഡ് യൂണിസെക്ഷൽ ഫ്ലവേഴ്സ്. ആൺപൂവിനെയും പെൺപൂവിനെയും ഏകലിംഗ പുഷ്പങ്ങൾ എന്ന് വിളിക്കാമോ? ആൺപൂവിനെയും പെൺപൂവിനെയും നമ്മൾ ഏകലിംഗ ഇതൊക്കെ ടെസ്റ്റിലെ ചോദ്യം കേട്ടോ. നമുക്ക് വിളിക്കാൻ പറ്റുമോ എന്നാണ് ചോദിച്ചത്. യെസ്, വിളിക്കാം എന്നാണ് കേട്ടോ. 27 ക്വസ്റ്റ്യൻ ആയ കുഞ്ഞുങ്ങളെ കേട്ടോ. വൃത്തിയായിട്ട് അതുപോലെ തന്നെ എഴുതിയെടുക്കണേ. 28ാമത്തെ ചോദ്യം, ആർ ദ ഫ്ലവേഴ്സ് ഓഫ് പംകിൻ യൂണിസെക്ഷൽ? മത്തൻ്റെ പൂക്കൾ ഏകലിംഗ പുഷ്പങ്ങളാണോ കുഞ്ഞുങ്ങളെ? നമ്മളിപ്പോൾ മത്തൻ്റെ കാര്യം പറഞ്ഞു. മത്തൻ ഒരു ഏകലിംഗ പുഷ്പങ്ങളാണോ? മത്തൻ്റെ പൂക്കൾ ഏകലിംഗ പുഷ്പങ്ങളാണ്. ഏകലിംഗം ഒന്നുകിൽ എന്തായിരിക്കും? പെണ്ണായിരിക്കാം, അല്ലെങ്കിൽ ആണായിരിക്കാം. അങ്ങനെ കേട്ടോ. മത്തൻ്റെ പൂക്കൾ ഏകലിംഗ പുഷ്പമാണ്. കാരണം ഒരു പൂവിൽ കേസരപുടം അല്ലെങ്കിൽ ജനിപുടം ഇവയിൽ ഏതെങ്കിലും ഒന്നു മാത്രമേ കാണുകയുള്ളൂ. മത്തൻ്റെ പൂക്കൾ ഏകലിംഗ പുഷ്പമാണ്. കാരണം അതിൻ്റെ ഒരു പൂവിൽ കേസരപുടം അല്ലെങ്കിൽ ജനിപുടം ഇവയിൽ ഏതെങ്കിലും ഒന്നു മാത്രമേ കാണുകയുള്ളൂ. യെസ്, ദ ഫ്ലവേഴ്സ് ഓഫ് പംകിൻ ആർ യൂണിസെക്ഷൽ ബിക്കോസ് എയ്തർ ആൻഡ്രീഷ്യം ആൻഡ് ഗൈനീഷ്യം ഈസ് സീൻ ഇൻ ദ ഫ്ലവർ ഓഫ് പംകിൻ. കേട്ടോ. അങ്ങനെയാണെങ്കിൽ വെണ്ടയുടെ പൂവോ? വെണ്ടയുടെ പൂവ് ഏകലിംഗ പുഷ്പമാണോ കുഞ്ഞുങ്ങളെ? അല്ല. ആണോ? അതോ ദ്വിലിംഗ പുഷ്പമാണോ എന്നാ ചോദിച്ചു. ലേഡീസ് ഫിംഗർ ഫ്ലവർ യൂണിസെക്ഷൽ ആണോ അതോ ബൈസെക്ഷൽ ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വെണ്ടയുടെ പൂവിൻ്റെ കേസരപുടവും ജനിപുടവും ഒരേ പൂവിലാണ് കാണപ്പെടുന്നത്. മറ്റേത് എന്താ, മത്തൻ്റെയാണ് രണ്ടെണ്ണത്തിലും ഓരോന്നിലും ഓരോന്ന് വെച്ച് കാണപ്പെടുന്നത്. പക്ഷേ വെണ്ടയാൾ നിസ്സാരക്കാരനല്ല അല്ലേ. വെണ്ടയുടെ പൂവിൽ കേസരപുടവും ജനിപുടവും ഒരേ പൂവിലാണ് കാണപ്പെടുന്നത്. അതിനാൽ വെണ്ടയുടെ പൂവ് ഒരു ദ്വിലിംഗ പുഷ്പമാണ്. ലേഡീസ് ഫിംഗർ ഫ്ലവർ ഈസ് എ ബൈസെക്ഷൽ. പരീക്ഷയ്ക്ക് അത് ചോദിക്കുവേ. ബിക്കോസ് ബോത്ത് ആൻഡ്രീഷ്യം ആൻഡ് ഗൈനീഷ്യം ഈസ് ഫൗണ്ട് ഇൻ ദ സെയിം ഫ്ലവർ. കേട്ടോ. എന്താ നമ്മളിപ്പോൾ പറഞ്ഞു ഈ ബൈസെക്ഷലും യൂണിസെക്ഷൽ എന്നൊക്കെ പറഞ്ഞില്ലേ. എന്ത് തോന്നിയില്ലേ? ഈ യൂണിസെക്ഷൽ ഫ്ലവർ എന്ന് വെച്ചാൽ ഏകലിംഗ പുഷ്പങ്ങൾ എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഇതെല്ലാം ടെസ്റ്റിലെ ചോദ്യമാണ് കേട്ടോ. ടെസ്റ്റിന് ഞാൻ വായിക്കണ്ടല്ലോ, കാരണം ടെസ്റ്റിലെ ചോദ്യം ഉത്തരവാണ് ഈ പറഞ്ഞു പോകുന്നത് കേട്ടോ. ഫ്ലവേഴ്സ് വിച്ച് പ്രോസസ് എയ്തർ ആൻഡ്രീഷ്യം ആൻഡ് ഗൈനീഷ്യം ആർ യൂണിസെക്ഷൽ ഫ്ലവേഴ്സ്. കേസരപുടവും ജനിപുടം ഇവയിൽ ഏതെങ്കിലും ഒന്നു മാത്രം കാണപ്പെടുന്ന പൂക്കളാണ് ഏകലിംഗ പുഷ്പങ്ങൾ. ഇപ്പം നമ്മൾ കുറേ പറഞ്ഞു ഇല്ലയോ, ഏതിലാണ് ഏകലിംഗം, ഏതിലാണ് രണ്ടും കൂടി വരുന്നതെന്ന് നമ്മളിപ്പോൾ കുറേ പറഞ്ഞു. അപ്പം ഇതിനകത്തിൽ നോക്കിയോ നിങ്ങളെ, യൂണിസെക്ഷൽ അതിൻ്റെ ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് എഴുതാൻ അറിയത്തില്ലേ? എന്താ, കേസരപുടവും ജനിപുടവും ഏതെങ്കിലും ഒന്നു മാത്രം കാണപ്പെടുന്ന പൂക്കളാണ് ഏകലിംഗ പുഷ്പങ്ങൾ. ഫ്ലവേഴ്സ് വിച്ച് പോസസ് എയ്തർ ആൻഡ്രീഷ്യം ആൻഡ് ഗൈനീഷ്യം അല്ലേ, ഓർ ഗൈനീഷ്യം ആർ യൂണിസെക്ഷൽ ഫ്ലവേഴ്സ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചോദിക്കും എന്താണ് ഈ ബൈസെക്ഷൽ ഫ്ലവേഴ്സ്? ദ്വിലിംഗ പുഷ്പങ്ങൾ എന്നാൽ എന്താണ്? ബൈസെക്ഷൽ ഫ്ലവേഴ്സ് ഹാവ് ബോത്ത് ആൻഡ്രീഷ്യം ആൻഡ് ഗൈനീഷ്യം ഇൻ ദ സെയിം ഫ്ലവർ. ഒരു പൂവിൽ തന്നെ കേസരപുടവും ജനിപുടവും കാണപ്പെടുന്നതിനെയാണ് ദ്വിലിംഗ പുഷ്പങ്ങൾ എന്ന് പറയുന്നത്. ടെസ്റ്റിലെ ചോദ്യമായി ഓരോന്നും ഞാൻ തരുന്ന കേട്ടോ. കാണാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾ മൊബൈലിൽ ഒന്ന് സൂം ചെയ്ത് ഇങ്ങനെ എടുത്ത് കാണണം കേട്ടോ. അപ്പോൾ എന്താണെന്നറിയോ, ഞാനിങ്ങനെ പേജ് മറിച്ച് പോകുമ്പോൾ ചിലപ്പോൾ ക്രോപ്പ് ചെയ്യുമ്പോൾ സൈഡൊക്കെ പോകുമായിരിക്കും കുഞ്ഞുങ്ങളെ. അതുകൊണ്ട് ഞാൻ ഇത്ര ഇതായിട്ട് കാണും. നിങ്ങളത് സൂം ചെയ്ത് വേണ്ട എടുക്കാൻ കേട്ടോ. അപ്പം നമ്മളിപ്പോൾ യൂണിസെക്ഷലും ബൈസെക്ഷലും കുറേ പറഞ്ഞു അല്ലേ. ഏകലിംഗ പുഷ്പങ്ങളും ദ്വിലിംഗ പുഷ്പങ്ങളും അതിനൊക്കെ എക്സാമ്പിൾ ഉണ്ട്. ബിറ്റർ ഗാർഡ്, പാവല്, സ്നേക്ക് ഗാർഡ്, പടവലം, കോക്കനട്ട്, തേങ്ങ, തെങ്ങില്ലേ, പംകിന്, മത്തങ്ങ, പപ്പായ കേട്ടോ. ഇതെല്ലാം എന്താണ്? ഏകലിംഗ പുഷ്പങ്ങളാണ്. ദ്വിലിംഗോ ഷൂ ഫ്ലവർ, ഹിബിസ്കസ് എന്നും പറയാം കേട്ടോ. റോസ്, സൺഫ്ലവർ, ടൊമാറ്റോ ഇതെല്ലാം എന്താണ്? ദ്വിലിംഗ പുഷ്പങ്ങളാണ് കേട്ടോ. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? ഇനി അടുത്ത് നമ്മൾ പഠിക്കുന്നത് എന്താ, ടെസ്റ്റിലെ ഞാൻ ടെസ്റ്റ് വായിച്ചില്ല എന്ന് പറയല്ലേ. കാരണം നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ കാണുമ്പോഴേ അറിയാം ഇതെല്ലാം കേട്ടോ. ഞാൻ പറഞ്ഞു പോവാ. ഇനി നമ്മൾ മെയിൽ ആൻഡ് ഫീമെയിൽ ഇൻ പ്ലാന്റ്സ് ടൂൾസ് കേട്ടോ. മെയിൽ എന്തോ ഈ മെയിൽ പ്ലാന്റ്സ് എന്ന് വെച്ചാൽ എന്താ കുഞ്ഞുങ്ങളെ? മെയിൽ പ്ലാന്റ്സ് എന്താണ്? ഫീമെയിൽ പ്ലാന്റ്സ്. അതായത് ആർ ദീസ് പ്ലാന്റ്സ് വിത്ത് ഓൺലി മെയിൽ ഫ്ലവേഴ്സ് ആൻഡ് പ്ലാന്റ്സ് വിത്ത് ഓൺലി ഫീമെയിൽ ഫ്ലവേഴ്സ് ഡിസ്കസ് ചെയ്യാൻ എന്ന് വെച്ചാൽ എന്താണെന്നറിയോ, നമ്മൾ മെയിൽ ആൻഡ് ഫീമെയിൽ പ്ലാന്റ്സിനെ കുറിച്ച് പറഞ്ഞു അല്ലേ. ആൺപൂക്കൾ മാത്രം കാണുന്ന സസ്യങ്ങളും പെൺപൂക്കൾ മാത്രം കാണുന്ന സസ്യങ്ങളും ഉണ്ടാകുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ആൺപൂക്കൾ മാത്രമുള്ളതും പെൺപൂക്കൾ മാത്രമുള്ള സസ്യങ്ങളും ഉണ്ടോ എന്ന് നമ്മളോട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. എന്ത് ഈ ആൺസസ്യങ്ങൾ നോക്കിയോ നിങ്ങൾ? പ്ലാന്റ്സ് വിത്ത് ഓൺലി മെയിൽ ഫ്ലവേഴ്സ് ആർ കാൾഡ് മെയിൽ പ്ലാന്റ്സ്. പ്ലാന്റ്സ് വിത്ത് ഓൺലി മെയിൽ ഫ്ലവേഴ്സ് ആർ കാൾഡ് മെയിൽ പ്ലാന്റ്സ്. ആൺപൂക്കൾ മാത്രം കാണപ്പെടുന്ന സസ്യങ്ങളെയാണ് ആൺ സസ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ പെൺസസ്യങ്ങളോ ഫീമെയിൽ പ്ലാന്റ്സോ? പ്ലാന്റ്സ് വിത്ത് ഓൺലി ഫീമെയിൽ ഫ്ലവേഴ്സ് അല്ലേ.
പ്ലാന്റ്സ് വിത്ത് ഓൺലി ഫീമെയിൽ ഫ്ലവേഴ്സ് ആർ കാൾഡ് ഫീമെയിൽ ഫ്ലവേഴ്സ് അല്ലേ, പെൺപൂക്കൾ മാത്രം കാണപ്പെടുന്ന സസ്യങ്ങളെ പെൺ സസ്യങ്ങൾ എന്ന് പറയുന്നു. ഇവിടെ ഏതെങ്കിലും ഒരു ഉള്ളി മതി അല്ലേ. ആർ കാൾഡ് പെൺ സസ്യങ്ങൾ കേട്ടോ. ഫീമെയിൽ പ്ലാന്റ്സും മെയിൽ പ്ലാന്റ്സും ഓക്കെയാണോ? 34 ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ടുണ്ടേ കേട്ടോ. ചെറുതാണെങ്കിൽ തന്നെയും എല്ലാം അതിൻ്റെതായ രീതിയിലാണ് ഞാൻ തന്നിരിക്കുന്നത്. അപ്പം നമ്മുടെ ടെസ്റ്റിൽ അവിടെ ഒരു ബോക്സിനകത്ത് കൊടുത്തിട്ടുണ്ട്, കാണാൻ പറ്റുന്നുണ്ടോ? നണ്ട് ഇത് കണ്ടോ, ഡയേഷ്യസ് എന്നാണ് കേട്ടോ. സ്പെല്ലിങ് നോക്കണേ നിങ്ങൾ. കറക്റ്റ് ഡൈ എന്ന് വെച്ചാൽ 2 എന്നാണ് അർത്ഥം. ഡയേഷ്യസ് ആൻഡ് മൊണേഷ്യസ് എന്നാണ് കേട്ടോ. മോണോ എന്ന് വെച്ചാൽ 1 എന്നാവും നിങ്ങളെ അർത്ഥം. മോണോ എന്ന് വെച്ചാൽ 1, ഡൈ എന്ന് വെച്ചാൽ 2 പക്ഷേ ഇവിടെ നിങ്ങൾ പഠിക്കുമ്പോൾ ഒന്ന് നോക്കിക്കോണേ. ഡയേഷ്യസ് ആൻഡ് മൊണേഷ്യസ് പ്ലാന്റ്സുകൾ എന്ന് വെച്ചാൽ ഏകലിംഗ സസ്യങ്ങളും ദ്വിലിംഗ സസ്യങ്ങളുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇഫ് ദ മെയിൽ ഫ്ലവേഴ്സ് ആൻഡ് ഫീമെയിൽ ഫ്ലവേഴ്സ് ആർ ഫൗണ്ട് ഇൻ ഡിഫറൻറ്റ് പ്ലാന്റ്സ് സച്ച് പ്ലാന്റ്സ് ആർ കാൾഡ് എന്താ ഡയേഷ്യസ് പ്ലാന്റ്സ്. എക്സാമ്പിൾ ഡയേഷ്യസ് പ്ലാന്റ്സിന് എക്സാമ്പിൾ എന്ന് വെച്ചാൽ ഡേറ്റ് പാം, മലബാർ ടമറിൻ്റെ, പിന്നെന്താ നട്ട്മെർഗ് ആൻഡ് പപ്പായ, ഇതൊക്കെയാണ്. മൊണേഷ്യസ് ആണ് അല്ലേ. മൊണേഷ്യസ് പ്ലാന്റ്സ് ഹാവ് ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലവേഴ്സ് ഇൻ ദ സെയിം പ്ലാന്റ്സ്. അതായത് കുക്കും, അതൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്. അതാ ഞാൻ സ്പീഡിൽ പോകുന്നത് നോക്കൂ നിങ്ങളെ അടുത്ത്. അപ്പോൾ എന്താ ഡൈ എന്നാണ് കേട്ടോ. ഡയോ എന്ന് വേണേ പറയാം. ഡയേഷ്യസ് പ്ലാന്റ്സ് ഏകലിംഗ, പറയാൻ അറിയണേ. ഡയോഷ്യസ് പ്ലാന്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകലിംഗ സസ്യങ്ങൾ. ഇഫ് ദ മെയിൽ ഫ്ലവേഴ്സ് ആൻഡ് ഫീമെയിൽ ഫ്ലവേഴ്സ് ആർ ഫൗണ്ട് ഇൻ ഡിഫറൻറ്റ് പ്ലാന്റ്സ് സച്ച് പ്ലാന്റ്സ് ആർ കാൾഡ് ഡയേഷ്യസ് പ്ലാന്റ്സ്. എന്താ നിങ്ങളെ, ആൺപൂക്കളും പെൺപൂക്കളും വെവ്വേറെ സസ്യങ്ങളിലാണ് കാണുന്നതെങ്കിൽ, നമ്മൾ മത്തൻ്റെ കാര്യം പറഞ്ഞില്ലേ ഇല്ലയോ, വെവ്വേറെ അല്ലേ സസ്യം, ആൺപൂക്കളും പെൺപൂക്കളും വെവ്വേറെ സസ്യങ്ങളിലാണ് കാണുന്നതെങ്കിൽ അത്തരം സസ്യങ്ങളെ വേറെ അതാണ് ഇവിടെ ഡയോഷ്യസ് എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. പറയാനെന്ന് ഡയേഷ്യസ് എന്ന് പറഞ്ഞ എന്താണ്, അത് വേറെ സസ്യങ്ങളിൽ കാണപ്പെടുന്നത് കൊണ്ടാണ് അതിനെ ഡയേഷ്യസ് പ്ലാന്റ്സ് എന്ന് പറയുന്നത്. ആൺപൂക്കളും പെൺപൂക്കളും വേറെ എന്നുള്ളതിനെ വെവ്വേറെ സസ്യങ്ങളിലാണ് കാണുന്നതെങ്കിൽ അത്തരം സസ്യങ്ങളെ നമ്മൾ ഏകലിംഗ സസ്യങ്ങൾ എന്ന് പറയുന്നു. ഈന്തപ്പന കേട്ടോ, കുടംപുളി, മലബാർ ടമറിൻ്റെ എന്ന് വെച്ചാൽ കുടംപുളിയാവും. നമ്മൾ ഈ മീനകത്തിലൊക്കെ ഇടത്തില്ലേ, അതിനകത്തിലെ വലിയത് അങ്ങറിയാലോ. കുടംപുള്ളിക്ക് ഓരോ സ്ഥലത്തും ഓരോ പേരാണ് പറയുന്നത് കേട്ടോ. അപ്പം മീനകത്തിടുന്നത് നിങ്ങൾ ഓർത്താൽ മതി, അതെന്തായാലും ആ പുളി കേട്ടോ, കുടംപുളി. ജാതിമരം, പപ്പായ, ഓമയ്ക്ക, കപ്പളങ്ങ, അങ്ങനെയുള്ള പല പേര് ഈ ഓമയ്ക്ക അല്ലേ, പപ്പായയ്ക്കുണ്ട്. ഓക്കെ, ഇവിടെ അങ്ങനെ ഓമയ്ക്ക എന്നാണ് കേട്ടോ പറയുന്നത്. ചിലടത്ത് പപ്പായ, പിന്നെ കപ്പളങ്ങ, എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, പപ്പായ മതി കേട്ടോ. അങ്ങനെ അങ്ങ് എഴുതി അതിനി ഓരോ സ്ഥലത്ത് ഓരോന്നാണെന്ന് പറഞ്ഞതാകുമ്പോൾ കടി വേണ്ട ഇല്ലേ. ആൺപൂക്കളും പെൺപൂക്കളും വെവ്വേറെ സസ്യങ്ങളിലാണ് കാണുന്നതെങ്കിൽ അത്തരം സസ്യങ്ങളെ എന്താവും നിങ്ങളെ ഏകലിംഗ സസ്യങ്ങൾ അല്ലെങ്കിൽ ഡയേഷ്യസ് പ്ലാന്റ്സ് പറയാനറിയണേ. ഇനി അടുത്ത് അങ്ങനെ ആണെങ്കിൽ മോണോ എന്നാണ് കേട്ടോ. മോണോ എന്ന് വെച്ചാൽ കറക്റ്റ് 1 എന്നാണ് കേട്ടോ. മോണോ എന്ന് വെച്ചാൽ 1. മൊണേഷ്യസ് പ്ലാന്റ്സ് എന്ന് വെച്ചാൽ നോക്കൂ നിങ്ങളെ. മൊണേഷ്യസ് പ്ലാന്റ്സ് ഹാവ് ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലവേഴ്സ് ഇൻ ദ സെയിം പ്ലാന്റ്സിൽ. അതായത് ഒരു സസ്യത്തിൽ തന്നെ ഒരെണ്ണത്തിൽ തന്നെ ആൺപൂക്കളും പെൺപൂക്കളും കാണപ്പെടുന്ന സസ്യങ്ങളെയാണ് ദ്വിലിംഗ സസ്യങ്ങൾ എന്ന് പറയുന്നത്. മോണോ എന്ന് കേൾക്കുമ്പോഴേ എന്താവും നിങ്ങൾ, മോണോ എന്ന് വെച്ചാൽ 1 ഏകം എന്നാണ് കറക്റ്റ് അതിൻ്റെ അർത്ഥം. അതെന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്, നമ്മളിപ്പോൾ ഈ പഠിച്ചതിൽ നോക്കിയേ. ഡയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 എന്നാണ്. പക്ഷെ നമ്മൾ നോക്കിയേ 2 ആൺപൂക്കളും പെൺപൂക്കളും വെവ്വേറെ സസ്യങ്ങളിലാണ് കാണപ്പെടുന്നതെങ്കിലാണ് അതിനെ ഒന്നല്ലേ ഏകലിംഗ സസ്യങ്ങൾ. പക്ഷേ ഇവിടെ നോക്കിക്കേ, ഒരെണ്ണത്തിൽ തന്നെ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ വെണ്ടയുടെ പൂ പറഞ്ഞില്ലേ, ഒരു സസ്യത്തിൽ തന്നെ ആൺപൂക്കളും പെൺപൂക്കളും കാണപ്പെടുന്ന സസ്യങ്ങളാണ് ദ്വിലിംഗ സസ്യങ്ങൾ കേട്ടോ. മൊണേഷ്യസ് പ്ലാന്റ്സ് അതിന് ഉദാഹരണമാണ് കുക്കുംബർ, പംകിന്, ആഷ് ഗാർഡ്, സ്നേക്ക് ഗാർഡ്, ഇതൊക്കെ കേട്ടോ. നല്ലപോലെ അറിയണേ കുഞ്ഞുങ്ങളെ. വെള്ളരിയും പിന്നെന്താ പടവലവും തേങ്ങയും ഒക്കെ മുമ്പ് നമ്മൾ പറഞ്ഞ ഇതെല്ലാം ഏതി വരുന്നതാണ്, മോണോയിലാണ് കേട്ടോ. ഇനി മോർ എക്സാമ്പിൾ, അതിന് കുറേ എക്സാമ്പിൾ. ഇനി ഇതിൻ്റെ ഞാൻ ഇംഗ്ലീഷിൽ എഴുതിയില്ലെന്ന് വിചാരിച്ച് പേടിക്കേണ്ട ഒന്നുമില്ല, ഇതിൽ കിടപ്പുണ്ട്. ഡയേഷ്യസ് പ്ലാന്റ്സും മോണോ അല്ലേ, മോണോ ആണ് മൊണേഷ്യസ് പ്ലാന്റ്സും തമ്മിലുള്ള ഏതൊക്കെയാണെന്നൊന്ന് എഴുതാൻ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാൻ അറിയണേ കുഞ്ഞുങ്ങളെ കേട്ടോ. നോക്കിക്കേ, ഡേറ്റ് പാം എന്ന് വെച്ചാൽ ഈന്തപ്പനയാണ്. നട്ട്മെഗ് ജാതി, പപ്പായ കേട്ടോ, മലബാർ ടമറിൻ്റെ വെച്ചാൽ കുടംപുളിയാണ്. കുക്കുംബർ വെള്ളരി, പംകിന്, ആഷ് ഗാർഡ്, സ്നേക്ക് ഗാർഡ്, കോക്കനട്ട് കേട്ടോ. മോണോയും ഡയും തിരിഞ്ഞു പോവല്ലേ കേട്ടോ.
37 ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ടുണ്ട്, 37 എണ്ണം. അടുത്ത 38ാമത്തെ, ഇനി അതൊക്കെ നമ്മൾ പറഞ്ഞു കുഞ്ഞുങ്ങളെ. പിന്നെ ഇവിടെ ഒരു ഈ പൂവിൻ്റെ കാര്യം ഇതാണ് നമ്മൾ പറഞ്ഞത്. ഇനി ഈ പൂവിൻ്റെ കാര്യം ഒന്ന് അറിയണം. ഫൈൻഡ് ദ റൈറ്റ് മോർ എക്സാമ്പിൾ ഓഫ് ഡയേഷ്യസ് ആൻഡ് മൊണേഷ്യസ് പ്ലാന്റ്സ്. ഹാവ് യു ഡിസ്കസ് അബൌട്ട് ദ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ഇൻ ഫ്ലവേഴ്സ് ആൻഡ് ദെയർ ഫങ്ഷൻസ്. ഷുഡ് നോട്ട് ദ മെയിൽ ഗാമേറ്റ്സ് ആൻഡ് ദ എഗ് ഫ്യൂസ് ഫോർ ദ ഫ്ലവർ ടു പ്രൊഡ്യൂസ് എ സീഡ്. ഹൗ ഈസ് ദീസ് പോസിബിൾ? യു നോ that is male gametes is found in the anther and the egg in the ovary. Don't the pollen grains need to reach the stigma of the gynoecium for the male gametes and the egg to fuse? How does this happen എന്ന് വെച്ചാൽ അതിനകത്ത് ക്വസ്റ്റ്യൻ ആൻസർ ഇല്ലാതെ ഞാൻ സ്പീഡിൽ പോയത്. ഇത് അതിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്തോന്നറിയോ നിങ്ങളെ? ഏകലിംഗ സസ്യങ്ങളും ദ്വിലിംഗ സസ്യങ്ങളും കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. മോർ എക്സാമ്പിൾ നോക്കിയേ. യു ഹാവ് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂക്കളിലെ പ്രത്യുൽപാദന അവയവങ്ങളിലും അവയുടെ ധർമ്മത്തെക്കുറിച്ചും നമ്മൾ കുറേ ഇപ്പോൾ പറഞ്ഞു. പൂവിൽ നിന്നും വിത്തുണ്ടാകണമെങ്കിൽ അത് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണേ കേട്ടോ. പൂവിൽ നിന്നും വിത്തുണ്ടാകണമെങ്കിൽ ഉണ്ട് you have discussed about organ in the flowers and should not the male gametes and the egg fuse of the flower reproduce seeds. അതായത് പൂവിൽ നിന്നും വിത്തുണ്ടാകണമെങ്കിൽ പുംബീജവും അണ്ഡവും യോജിക്കണം കേട്ടോ കുഞ്ഞുങ്ങളെ. പൂവിൽ ഒരു വിത്തുണ്ടാകണമെങ്കിൽ അതിൻ്റെ പുംബീജവും അണ്ഡവും യോജിക്കണം. അതുപോലെ പുംബീജം പരാഗരേണുക്കളിലും അണ്ഡം അണ്ഡാശയത്തിലുമാണ് കാണപ്പെടുന്നത് എന്ന് നമുക്ക് ഇതുവരെ പഠിച്ചതിൽ നിന്ന് മനസ്സിലായി അല്ലേ? പുംബീജവും അണ്ഡവും തമ്മിൽ യോജിക്കണമെങ്കിൽ പരാഗരേണുക്കൾ ജനിപുടത്തിലെ പരാഗണ സ്ഥലത്ത് പതിക്കേണ്ടതാണ് കേട്ടോ. അത് അത്രയൊന്നും അറിഞ്ഞിരിക്കണം. അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ട്, അതുകൊണ്ടാണ് ഞാനത് സ്പീഡിൽ പോയത്. എന്താണ് ഈ പൊളിനേഷൻ എന്നൊരു ചോദ്യമുണ്ട് കേട്ടോ. പൊളിനേഷൻ എന്ന് വെച്ചാൽ എന്താ നിങ്ങളെ? പരാഗണം എന്നാൽ എന്താണ്? അടുത്ത നിങ്ങൾ ആ നമ്പർ ഇട്ട് അതുപോലെ എഴുതണം കേട്ടോ. പരാഗണം അല്ലെങ്കിൽ പൊളിനേഷൻ. ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് ഫ്രം ദ ആന്തർ ടു ദ സ്റ്റിഗ്മ ഈസ് കാൾഡ് പൊളിനേഷൻ. പരാഗയിൽ നിന്ന് പരാഗരേണു, ഇത് പഠിക്കാൻ എളുപ്പമാണ്. പരാഗയിൽ നിന്നും പരാഗരേണുക്കൾ പരാഗണ സ്ഥലത്ത് പതിക്കുന്നതാണ് പരാഗണം. എല്ലാത്തിലും നോക്കി നിങ്ങളെ, പരാഗയിൽ നിന്ന് പരാഗരേണുക്കൾ പരാഗണ സ്ഥലത്ത് പതിക്കുന്നതാണ് പരാഗണം. Transfer of pollen grains from the anther to the stigma is called pollination. ഓക്കെ ആണോ? ഇനി അടുത്ത് നമ്മൾ പഠിക്കുന്നത് ഫ്രണ്ട്സ് ഓഫ് ഫ്ലവേഴ്സ്, പൂക്കളുടെ കൂട്ടുകാർ. പൂക്കളുടെ കൂട്ടുകാരൊക്കെയാണ്? വണ്ടും ഇല്ലയോ? വണ്ട് വന്ന് തേൻ കുടിച്ചിട്ട് പോകുന്നു ഇല്ലേ? ചെറിയ ചെറിയ ഇൻസെക്ട്സുകളൊക്കെ വന്ന് പൂ കുടിച്ചിടും ഇല്ലേ? ഇവരൊക്കെ ഇല്ലേ ഇവരുടെ കൂട്ടുകാർ? വാട്ട് ആർ ദ റീസൺസ് ഫോർ ഇൻസെക്ട്സ് ആൻഡ് ബേർഡ്സ് ഗെറ്റിംഗ് അട്രാക്റ്റ് ടു ഫ്ലവേഴ്സ്? പ്രാണികളും പക്ഷികളും പൂക്കളിലേക്ക് ആകർഷിക്കപ്പെടാനുള്ള കാരണങ്ങൾ എന്തെല്ലാമാണ്? ഞാൻ ഈ പറയുന്നത് ടെസ്റ്റിലെ എല്ലാ ക്വസ്റ്റ്യൻ ആൻസറുമാണ് കുഞ്ഞുങ്ങളെ. നമ്മൾ ഫ്രണ്ട്സ് ആവണ്ടേ പൂവിൽ വന്ന് കണ്ടോ കിളി വന്ന് പൂവിൻ്റെ തേൻ നുകരുകയാണ്. അതുപോലെ ബട്ടർഫ്ലൈസ് ഇതൊക്കെ ചെയ്യുന്നുണ്ട് അല്ലേ? ഇനി അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസറുകളാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞു പോകുന്നത്. പ്രാണികളും പക്ഷികളും പൂക്കളിലേക്ക് ആകർഷിക്കപ്പെടാനുള്ള കാരണം എന്താ? അതിൻ്റെ കളറ് അല്ലേ? നല്ല നിറമാണ്, ഫ്രാഗ്രൻസ്, നല്ല മണം, അതിൻ്റെ ഹണി, തേൻ കുടിക്കാനൊക്കെ ആയിരിക്കും അല്ലേ? ഇനി ഹൗ ഡു ഫ്ലവേഴ്സ് ബെനിഫിറ്റ്സ് വെൻ ദേ കളക്ട് ഹണി ഫ്രം ദ ഫ്ലവേഴ്സ്? ഇവ പൂക്കളിൽ നിന്നും തേൻ കുടിക്കുന്നത് കൊണ്ട് പൂക്കൾക്ക് എന്താണ് കുഞ്ഞുങ്ങളെ ഒരു പ്രയോജനം? എന്തായിരിക്കും? പൂക്കളിൽ ഇതെല്ലാം വന്ന് തേൻ കുടിക്കുന്നല്ലോ. എന്തുവാ ഈ പൂക്കൾക്ക് അതുകൊണ്ട് എന്ത് പ്രയോജനമാ? അതുകൊണ്ടാണ് എന്താ പൂക്കളിൽ പരാഗണം നടത്താൻ സഹായിക്കുന്നത്. ഇവർ വന്ന് ഇവിടെ വന്ന് ഒരു പൂവിൽ വന്ന് കൊത്തിപ്പറിച്ചിട്ട് കിളികളെ വന്ന് കൊത്തിക്കിട്ട് അടുത്ത പൂവിൽ വന്ന് അത് കൊത്തുന്നു. അപ്പോൾ അതിൻ്റെ ആ ചുണ്ടിലൊക്കെ പറ്റുന്ന അതാണ് പരാഗണം എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. പൂക്കളിൽ പരാഗണം നടത്താൻ ഇത് സഹായിക്കുന്നു. ഇവ പൂക്കളിൽ നിന്നും തേൻ കുടിക്കുന്നത് കൊണ്ട് പൂക്കൾക്ക് എന്താണ് പ്രയോജനം എന്ന് ചോദിച്ചാൽ ദേ ഹെൽപ്പ് ടു പൊള്ളിനേറ്റ് ഫ്ലവേഴ്സ് കേട്ടോ. വാട്ട് ഫ്ലവേഴ്സ് ഹെൽപ്പ് ഇൻ പൊളിനേഷന്? ഏതെല്ലാം ഘടകങ്ങളാണ് പരാഗണത്തെ സഹായിക്കുന്നത്? ഇൻസെക്ട്സുകൾ, പ്രാണികൾ വന്നിരുന്നും ബേഡ്സുകൾ വന്നിരുന്നും ഒക്കെ ആയിരിക്കും കേട്ടോ. നല്ലപോലെ പഠിക്കണേ. ഹെൽപ്പ് ചെയ്യുന്നത് പൊളിനേഷനെ ഹെൽപ്പ് ചെയ്യുന്നത് എപ്പോഴും ഇൻസെക്ട്സുകളും ബേഡ്സുകളുമാണ് കേട്ടോ. പ്രാണികളും പക്ഷികളും 41 എണ്ണമായിട്ടുണ്ട്. 42ാമത്തത് ബിസൈഡ്സ് ലിവിങ് ബീയിങ്സ് വിച്ച് ആർ ദ അതർ പൊളിനേറ്റേഴ്സ്. ജീവികളെ കൂടാതെ പരാഗണത്തിന് സഹായിക്കുന്ന ഏതെല്ലാം പരാഗണകാരികളുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ട് കുഞ്ഞുങ്ങളെ. ടെസ്റ്റിലുള്ള കേട്ടോ. ഇതൊക്കെയാണ് ജീവികളെ കൂടി നമ്മൾ പറഞ്ഞു ഇൻസെക്ട്സുകളും ബേഡ്സുകളും ഒക്കെ ഉണ്ടെന്ന്. ഇനി ഈ ജീവികളെ കൂടാതെ, ജീവികളില്ലെങ്കിൽ പരാഗണമില്ലേ? ജീവികളെ കൂടാതെ പരാഗണത്തിന് സഹായിക്കുന്ന ഏതെല്ലാമാണ്? ജലം, വെള്ളത്തിലൂടെ ഉണ്ട്
കേട്ടോ, വായു എയറിലൂടെയുണ്ട് കേട്ടോ. ഈ രണ്ട് വിധത്തിലും എന്താ ചെയ്യുന്നുണ്ട്, പൊളിനേഷൻ നടക്കുന്നുണ്ട്. അതായത് ബ്ലാക്ക് പേപ്പർ, കുരുമുളക് ഉണ്ടല്ലോ കുഞ്ഞുങ്ങളെ, ഇതിലെ പൊളിനേറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളമാണ്. എന്ന് വെച്ചാൽ എങ്ങനെയാണെന്നറിയോ, മഴ പെയ്യുമ്പോൾ വെള്ളം മഞ്ഞുതുള്ളി വന്ന് നിൽക്കുമല്ലോ, ആ മഞ്ഞുതുള്ളിയിലൂടെ എന്താണ് ഇത് പരാഗണം നടത്തുന്നു എന്നാണ് കേട്ടോ. മഞ്ഞുതുള്ളി വന്ന് നിൽക്കുമല്ലോ, വെള്ളം വന്ന് തുള്ളി തുള്ളിയായിട്ട് വന്ന് നിൽക്കുമല്ലോ, അങ്ങനെ പരാഗണം നടത്തുന്ന ഒന്നാണ് നമ്മുടെ ബ്ലാക്ക് പേപ്പർ, കുരുമുളക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ റൈസ്, നെല്ല്, വീറ്റ്, മെയ്സ്, ഇങ്ങനെയൊക്കെ വീറ്റൊക്കെ ഇല്ലേ കുഞ്ഞുങ്ങളെ, അതൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ ഓരോ നെൽമണിയിലും പോയാണോ, അല്ല, അത് എന്ന് വെച്ചാൽ എന്താ കൂട്ടത്തോടെയല്ലേ. അപ്പം അത് കാറ്റിലൂടെയാണ് അതിൻ്റെ പരാഗണം നടത്തുന്നത് കേട്ടോ. ഇതൊക്കെ 1-2 വിത്തുകളാണോ, നമ്മളിപ്പോൾ ഒരു റോസാപ്പൂ നടുന്നു അല്ലെങ്കിൽ ചെമ്പരത്തി, പിച്ചി, ഇതുപോലെയാണോ എന്താ റൈസും വീറ്റും ഒക്കെ നിൽക്കുന്നത്? അല്ലേ, ലക്ഷക്കണക്കിനാണ് നിൽക്കുന്നത്. അപ്പോൾ അതിലെങ്ങനെ എയറിലൂടെ അല്ലെ, കാറ്റടിക്കത്തില്ലേ കുഞ്ഞുങ്ങളെ, വിൻഡ്, അതിലൂടെയാണ് ഇതിൻ്റെ പൊള്ളിനേഷൻ നടക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ടെസ്റ്റിലെ ചോദ്യമാണ്, ബ്ലാക്ക് പേപ്പറിൻ്റെയും റൈസിൻ്റെയും. അടുത്ത, ഡു പ്ലാന്റ്സ് പൊള്ളിനേറ്റഡ് ഇൻ ദീസ് വേ റിക്വയർ ഫാക്ടേഴ്സ് സച്ച് ആസ് കളർ, നെക്ടർ ആൻഡ് ഫ്രാഗ്രൻസ് ടു അട്രാക്ട് പൊള്ളിനേറ്റേഴ്സ്. ഈ രീതിയിൽ പരാഗണം നടത്തുന്ന സസ്യങ്ങളിൽ പരാഗണകാരികളെ ആകർഷിക്കുന്നതിന് നിറം, തേൻ, മണം തുടങ്ങിയ ഘടകങ്ങൾ ആവശ്യമുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇല്ല, ആവശ്യമില്ല, ഡു നോട്ട് കേട്ടോ, അതിന് ആവശ്യമില്ല. ഇതൊക്കെ ടെസ്റ്റിലെ ഓരോ ചോദ്യങ്ങളുമാണ്. വിച്ച് ആർ ദ പൊളിനേറ്റേഴ്സ് യു ഹാവ് കം ടു നോ എബൌട്ട് സോ ഫാർ? ഏതെല്ലാം പരാഗണകാരികളെയാണ് നിങ്ങൾ ഇതുവരെ പരിചയപ്പെട്ടിട്ടുള്ളത്? നമ്മുടെ അറിവിൽ ഏതൊക്കെ പരാഗണകാരികളാണ് ഇതുവരെ നമുക്കറിയാവുന്നത്? ഇൻസെക്ട്സ്, നമ്മൾ പറഞ്ഞു പ്രാണികൾ അല്ലേ, പ്രാണികൾ വന്നിരുന്ന് തേൻ കുടിച്ചിട്ട് ഒരു പൂവിൽ നിന്നും വേറൊരു പൂവിലോട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ബേഡ്സുകൾ, പക്ഷികൾ. പിന്നെ ഇപ്പം നമ്മൾ പറഞ്ഞു വാട്ടറും വിൻഡും. ഈ 4 ഓർത്ത് വെച്ചേക്കണം കേട്ടോ. പൊളിനേറ്റേഴ്സ് ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 4 പേരും പഠിച്ചു വെച്ചേക്കണം. 45ാമത്തെ ചോദ്യം, ഫോർമുലേറ്റ് എ ഡെഫിനിഷൻ ഫോർ പൊള്ളിനേറ്റർ കേട്ടോ. ഡെഫിനിഷൻ എഴുതുക. പരാഗണകാരികൾക്ക് ഒരു നിർവചനം കൊടുക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ 1 മാർക്കിന് എഴുതാനുള്ള കുഞ്ഞുങ്ങളെ, ദ ഏജന്റ് ദാറ്റ് ഹെൽപ്പ് ഫോർ പൊള്ളിനേഷൻസ് ആർ കാൾഡ് പൊള്ളിനേറ്റേഴ്സ് കേട്ടോ. ഈ ഞാൻ ഇല്ലി എന്ന് പറഞ്ഞ 2 L വരുന്നതുകൊണ്ട് കേട്ടോ പൊള്ളിനേഷൻ എന്നാണ് പറയുന്നതെങ്കിലും പൊള്ളി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 2 L അതിനകത്തിൽ വരണം കേട്ടോ. എഴുതുമ്പോഴേ സ്പെല്ലിങ് ഇല്ലി എന്ന് പറയുമ്പോൾ 2 L വരണേ കേട്ടോ. ദ ഏജൻസ് ദാറ്റ് ഹെൽപ്പ് ഫോർ പൊള്ളിനേഷൻസ് ആർ, പൊള്ളിനേഷൻ എന്ന് പറഞ്ഞു കേട്ടോ. ഞാൻ പൊള്ളി എന്ന് പറയുമ്പോൾ ഇനി കമൻറ്റ് ബോക്സിൽ വരും പൊള്ളിനേഷൻ അല്ല പോളിനേഷനാന്നൊക്കെ വരുമെന്ന് എനിക്കറിയാം. പക്ഷേ 6 പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് ഇതൊക്കെ ആദ്യമായിട്ടായിരിക്കും ഈ വാക്കുകളൊക്കെ അവർക്ക് കിട്ടുന്നത്. അപ്പോൾ സ്പെല്ലിങ് കറക്റ്റ് ആവാൻ വേണ്ടിയാണ് ചില വാക്കുകൾ ഞാൻ ആ സ്പെല്ലിങ് വെച്ച് പഠിക്കുന്നത് കേട്ടോ. ആൻഡ്രീഷ്യം, ഗൈനീഷ്യം, പൊള്ളിനേഷൻ കേട്ടോ. പൊള്ളിനേഷൻ എന്നാണ് പൊള്ളിനേഷൻ. അപ്പം പൊളിനേറ്റേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പരാഗണത്തിന് സഹായിക്കുന്ന ഘടകങ്ങളെ പരാഗണകാരികൾ എന്ന് വിളിക്കുന്നു. 1 മാർക്കിന് അത് എഴുതിയെടുത്തോണേ. 46ാമത്തെ ചോദ്യം, എന്താണ് സെൽഫ് പൊളിനേഷൻ? സ്വപരാഗണം, സ്വന്തമായിട്ട് പരാഗണം നടത്തുന്നതൊക്കെയുണ്ട് നമ്മുടെ ടെസ്റ്റിൽ. അതിനെക്കുറിച്ചൊക്കെ ഉണ്ട്. സെൽഫ് പൊളിനേഷനും ക്രോസ് പൊളിനേഷനും കാണാൻ പറ്റുന്നുണ്ട്. അതിന് മുമ്പേ വാനിലയെക്കുറിച്ചുണ്ട് കുഞ്ഞുങ്ങളെ കേട്ടോ. വാനിലയെക്കുറിച്ച് നിങ്ങളുടെ ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. എന്താണെന്നറിയോ, നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്യുന്ന ഒരു സുഗന്ധ വ്യഞ്ജനമാണ് കേട്ടോ. കൾട്ടിവേറ്റ് വാനില ഈസ് ദ സ്പൈസ് കൾട്ടിവേറ്റഡ് ഇൻ അവർ കൺട്രി. നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്യുന്ന ഒരു സുഗന്ധ വ്യഞ്ജനമാണ് വാനില. വാനില കണ്ടിട്ടുണ്ടോ കുഞ്ഞുങ്ങളെ? ഉണ്ടോ? ഇറ്റ് ഈസ് എ പ്ലാന്റ് നേറ്റീവ് ടു സൗത്ത് അമേരിക്ക. ഇതിൻ്റെ ജന്മദേശം നേറ്റീവ് പ്ലാന്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജന്മദേശം എന്നാണ് കേട്ടോ. അതിൻ്റെ സസ്യത്തിൻ്റെ ജന്മദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ തെക്കേ അമേരിക്കയിലാണ്. പിന്നെ ഈ വാനിലയിൽ പരാഗണം നടത്തുന്നത് ഒരിനം തേനീച്ചയാണ് കുഞ്ഞുങ്ങളെ. ഈ വാനിലയ്ക്കകത്തിൽ കേട്ടോ, അത് ഓർത്തോടെ. വാനില ഈസ് പൊള്ളിനേറ്റഡ് ബൈ ദ ടൈപ്പ് ഓഫ് ബീ ആണ് കേട്ടോ. അത് ചിലപ്പോൾ 1 മാർക്കിന് ചോദിക്കാം. വാനിലയിൽ പരാഗണം നടത്തുന്നത് ഏതിലാ? ബീ, ഈച്ച കേട്ടോ. തേനീച്ച വഴിയാണ് പരാഗണം നടത്തുന്നത്. ബട്ട് സിൻസ് ദീസ് ബീ ഈസ് നോട്ട് സീൻ ഇൻ അവർ പ്ലേസ്. പക്ഷേ നമ്മുടെ നാട്ടിൽ ഈ തേനീച്ച ഇല്ലാത്തതിനാൽ കർഷകർ എന്ത് ചെയ്യുമെന്നറിയോ? ഫാർമേഴ്സ് പ്രൊഡ്യൂസ് സീഡ്സ് ബൈ ആർട്ടിഫിഷ്യലി പൊളിനേറ്റിംഗ് ദ ഫ്ലവേഴ്സ്. നമ്മുടെ നാട്ടിൽ അങ്ങനെയുള്ള ഈച്ച, അതിനെ നമ്മൾ മെലോപോണ എന്നാണ് പറയുന്നത് കേട്ടോ. മെലോപോണ അങ്ങനെ ഒരെണ്ണം ഇല്ലാത്തത് കൊണ്ട് പൂക്കളിൽ കൃത്രിമമായിട്ട് പരാഗണം നടത്തിയാണ് കർഷകർ ഇതിൻ്റെ വിത്ത് ഉണ്ടാക്കുന്നത് കേട്ടോ. ആർട്ടിഫിഷ്യലായിട്ട് അവർ കർഷകരുണ്ടാക്കിയാണ് ഈ വാനില നടുന്നത് കേട്ടോ, കൃഷി ചെയ്യുന്നത്.
മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? അതായത് നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്യുന്ന ഒരു സുഗന്ധ വ്യഞ്ജനമാണ് ഈ വാനില. ഈ സസ്യത്തിൻ്റെ ജന്മദേശം എന്ന് വെച്ചാൽ തെക്കേ അമേരിക്കയാണ്. തെക്കേ അമേരിക്ക കേട്ടോ, സൗത്ത് അമേരിക്ക. വാനിലയിൽ പരാഗണം നടത്തുന്നത് ഒരിനം ബി ആണ്, തേനീച്ചയാണ്. എന്നാൽ നമ്മുടെ നാട്ടിൽ ഈ തേനീച്ച ഇല്ലാത്തതിനാൽ കർഷകർ പൂക്കളിൽ കൃത്രിമമായിട്ട് പരാഗണം നടത്തി, പൂക്കളിൽ ഈ വാനിലയുടെ പൂവുണ്ടല്ലോ അതിനകത്ത് കൃത്രിമമായിട്ട് പരാഗണം നടത്തിയാണ് ഇതിൻ്റെ വിത്ത് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇത്രയുള്ള സംഭവം. സെൽഫ് പൊളിനേഷനും ക്രോസ് പൊളിനേഷനും നിങ്ങൾ അതിൻ്റെ താഴെ നോക്കിയേ, ഈ ചെടി നോക്കിയേ, ഒരു പൂവിൽ തന്നെ ആണ് അതിൻ്റെ പരാഗണം നടത്തുന്നത്. ഈ പൂവിൽ തന്നെയാണ് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പരാഗണം നടത്തുന്നത്. പക്ഷേ ഇത് നോക്കിയേ, ആ ചെടിയിലെ ഒരു ചെടി തന്നെയാണ്, ആ ചെടിയിലെ ഒരു പൂവിൽ നിന്നും മറ്റൊരു പൂവിലേക്കാണ് ഇതിനകത്തിൽ പരാഗണം നടത്തുന്നത്. പടം കണ്ടാൽ നിങ്ങൾക്കറിയാം, ഈ പൂവിലാണ് എല്ലാം ഇത് നടത്തുന്നത്. ഇതോ ഒരു പൂവിൽ നിന്നും ആ ചെടിയുടെ തന്നെ മറ്റേ പൂവിലോട്ടാണ് ഇത് നടക്കുന്നത്. ഇവിടെ നോക്കിയേ, അടുത്ത് നിൽക്കുന്ന മറ്റേ ചെടി, ഇത് തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് പടം കാണുമ്പോൾ തന്നെ മനസ്സിലാവും കേട്ടോ. അതിനെക്കുറിച്ചാണ് ഒന്നാമത്തെ ചിത്രത്തിൽ ഒരു പൂവിൻ്റെ പരാഗരേണുക്കൾ അതേ പൂവിൻ്റെ പരാഗണ സ്ഥലത്ത് തന്നെയാണ് പതിക്കുന്നത്, അതേ പരാഗണ സ്ഥലത്ത് തന്നെയാണ് പതിക്കുന്നത്. രണ്ടാമത്തേതോ ചിത്രത്തിൽ എന്താണ്, അതിൻ്റെ മറ്റൊരു പൂവിൽ, മൂന്നാമത്തെ അടുത്ത് നിൽക്കുന്ന അതേപോലെയുള്ള മറ്റൊരു പൂവിലാണ് കേട്ടോ. അതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണേ. അപ്പോൾ അതറിയണമെങ്കിൽ നമ്മൾ എന്താണെന്നറിയോ, സെൽഫ് പൊളിനേഷനും ക്രോസ് പൊളിനേഷനും എന്താണെന്ന് ഒന്ന് അറിയണം. ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 46ാമത്തെ ചോദ്യമാണ്. ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് ടു ദ സ്റ്റിഗ്മ ഓഫ് ദ സെയിം ഫ്ലവർ ഓർ ദ സ്റ്റിഗ്മ ഓഫ് അനദർ ഫ്ലവർ ഓഫ് ദ സെയിം പ്ലാന്റ് ഈസ് സെൽഫ് പൊളിനേഷന്. സ്പീഡിൽ പോകുന്ന നമുക്ക് കുറച്ചുകൂടെ ഉള്ളതുകൊണ്ട് കേട്ടോ, സ്പീഡിൽ പോകുന്ന വിചാരിച്ച് തെറ്റുന്നുകൊണ്ട് വായിക്കുന്നത്. നിങ്ങൾ അവിടെ എല്ലാ നോട്ടും ഇതിലുണ്ട് കുഞ്ഞുങ്ങളെ. ട്രാൻസ്ഫർ ഓഫ് പൊളൻ ഗ്രെയിൻസ് ടു ദ സ്റ്റിഗ്മ ഓഫ് ദ സെയിം ഫ്ലവർ ഓർ ദ സ്റ്റിഗ്മ ഓഫ് അനദർ ഫ്ലവർ ഓഫ് ദ സെയിം പ്ലാന്റ് ഈസ് സെൽഫ് പൊളിനേഷൻ. ഒരു പൂവിലെ പരാഗരേണുക്കൾ അതേ പൂവിൽ തന്നെ പരാഗണ സ്ഥലത്തോ അതേ ചെടിയിലെ മറ്റൊരു പൂവിൻ്റെ പരാഗണ സ്ഥലത്തോ പതിക്കുന്നതാണ് സ്വപരാഗണം എന്ന് പറയുന്നത് കേട്ടോ. മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? ഒരു പൂവിലെ പരാഗരേണുക്കൾ അതേ പൂവിൻ്റെ പരാഗണ സ്ഥലത്തോ അതേ ചെടിയിലെ ഇതാ സംഭവം. ഈ ചെടി അതിൽ തന്നെയാണ് പരാഗണം നടക്കുന്നത്. ഈ ചെടി ആ ചെടിയുടെ തന്നെ മറ്റൊരു പൂവിലാണ് പരാഗണം നടത്തുന്നത്. അപ്പോൾ ഇത് രണ്ട് ഏകദേശം ഒരേ പ്രവൃത്തികളാണ് അല്ലേ? അതാ സംഭവം. ഇതെന്താ, അത് രണ്ടും അപ്പോൾ സെൽഫ് പൊളിനേഷനാണ് അല്ലേ, സ്വപരാഗണമാണ്. എന്നാൽ ക്രോസ് പൊളിനേഷൻ എന്ന് വെച്ചാൽ പരപരാഗണം എന്നാണ്. ക്രോസ് പൊളിനേഷൻ ഈസ് എ ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് ഫ്രം വൺ ഫ്ലവർ ടു ദ സ്റ്റിഗ്മ ഓഫ് എ ഫ്ലവർ ഓഫ് അനദർ പ്ലാന്റ്സ് ഓഫ് ദി സെയിം സ്പീഷ്യസ്. ഒരു പൂവിൽ നിന്നും പരാഗരേണുക്കൾ അതേ വർഗത്തിൽപ്പെട്ട മറ്റൊരു ചെടിയിലെ പൂവിൽ പരാഗണ സ്ഥലത്ത് പതിക്കുന്നതിനെയാണ് പരപരാഗണം. നോക്കിക്കേ, ഇത് ഒരു മഞ്ഞ ചെമ്പരത്തി ആയിക്കോട്ടെ, ഇത് വെള്ള ചെമ്പരത്തി ആയിക്കോട്ടെ, ഈ മഞ്ഞ ചെമ്പരത്തിയല്ലേ രണ്ടും. അപ്പം ഇത് എന്നിട്ട് ഈ ചെമ്പരത്തി നിറങ്ങളിൽ ചിലപ്പോൾ മാറ്റം വരാം, പക്ഷെ അവർ രണ്ടും ചെമ്പരത്തികളല്ലേ, അതൊക്കെയാട്ടോ. അങ്ങനെ അത് ഉദ്ദേശിച്ചാണ് കുഞ്ഞുങ്ങളെ പരപരാഗണം എന്നാണ് പറയുന്നത്. ക്രോസ് പൊളിനേഷൻ ഈസ് ദ ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് ഫ്രം വൺ ഫ്ലവർ ടു ദ സ്റ്റിഗ്മ ഓഫ് എ ഫ്ലവർ ഓഫ് അനദർ പ്ലാന്റ്സ് ഓഫ് ദ സെയിം സ്പീഷ്യസ്. ഒരു പൂവിൽ നിന്നും പരാഗരേണുക്കൾ അതേ വർഗത്തിൽപ്പെട്ട മറ്റൊരു ചെടിയിലെ പൂവിൻ്റെ പരാഗണ സ്ഥലത്ത് പതിക്കുന്നതാണ് പരപരാഗണം എന്ന് പറയുന്നത്. ഇനി ആഫ്റ്റർ പൊളിനേഷന് ശേഷം എന്താണ് സംഭവിക്കുന്നത്? വാട്ട് ഹാപ്പൻ ടു ദ പോളൻ ഗ്രെയിൻസ് ആഫ്റ്റർ പൊളിനേഷന്? അതായത് ഫെർട്ടിലൈസേഷൻ എന്നാൽ എന്തെന്ന് നിങ്ങൾ അങ്ങ് എഴുതിയാൽ മതി. എന്താണെന്നറിയോ? ആഫ്റ്റർ പൊളിനേഷൻസ് ദ പോളൻ ഗ്രെയിൻസ് ഗ്രോ ഡൗൺ ത്രൂ style towards the ovary in the form of a tube. Male gametes reaches the ovary through this tube and fuses with the egg. സെൻറ്റൻസ് മാറ്റി മാറ്റി പഠിയപ്പോൾ എളുപ്പം പഠിക്കാം. ദ പ്രോസസ് ഓഫ് ഫ്യൂഷൻസ് ഓഫ് മെയിൽ ഗാമേറ്റ്സ് ആൻഡ് എഗ് ടു ഫ്രം സൈഗോട്ട്. ഈ പേരൊന്ന് പഠിച്ചു വെച്ചേക്കണേ. സൈഗോട്ട് ഈസ് കാൾഡ് ഫെർട്ടിലൈസേഷൻ. നിങ്ങൾ പുതിയതായിട്ട് കേൾക്കുന്ന വാക്കുകളെല്ലാം ഞാൻ എടുത്തെടുത്ത് പറയുന്നുണ്ട് കേട്ടോ. ആഫ്റ്റർ പൊളിനേഷന് ശേഷം ദ പോളൻ ഗ്രെയിൻസ് ഗ്രോ ഡൗൺ ത്രൂ സ്റ്റൈൽ ടുവേർഡ്സ് ദ ഓവറി ഇൻ ദ ഫോം ഓഫ് എ ട്യൂബ്. Male gamete reaches the ovary through this tube and fuses with the egg. The process of fusion of male gametes and egg to form zygote is called fertilization. ഇംഗ്ലീഷ് മീഡിയക്കാര് ഫെർട്ടിലൈസേഷൻ എന്നാൽ എന്താണെന്ന് ചോദിക്കുമ്പം, അല്ലെങ്കിൽ ആഫ്റ്റർ പൊളിനേഷൻ എന്താണെന്ന് ചോദിക്കുമ്പം ഈ ഒരൊറ്റ ആൻസർ എഴുതിയാൽ മതി കേട്ടോ. ഇംഗ്ലീഷ് മീഡിയക്കാര്. മലയാളം അപ്പോൾ എന്തോ എഴുതും നോക്കൂ നിങ്ങളെ. മലയാളം മീഡിയക്കാര് ബീജസങ്കലനം എന്നാൽ എന്താണ്? പരാഗണത്തിന് ശേഷം ആഫ്റ്റർ പൊളിനേഷൻ പരാഗരേണു ജനിതണ്ടിലൂടെ അണ്ടാശയത്തിലേക്ക് ഒരു നാളി ട്യൂബായിട്ട് ഇതങ്ങ് വളരുന്നു. ഞാൻ ഈ പറഞ്ഞത് വല്ലതും മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് ഈ സാധനത്തിൻ്റെ ഇതാട്ടോ, ഒരു ട്യൂബായിട്ട് ഇത് വളരുന്നു കണ്ടോ. പോളൻ ട്യൂബ് കണ്ടോ, പടം ഉണ്ടേ.
ട്യൂബായി വളരുന്നു. ഈ നാളിയിലൂടെ പുംബീജം, അതായത് മെയിൽ ഗ്യാമേറ്റ്സ് അണ്ഡാശയത്തിലെത്തി അണ്ഡവുമായിട്ട് കൂടിച്ചേരുന്നു. പുംബീജം അണ്ഡവുമായിട്ട് ചേർന്ന് എന്തുണ്ടാകുന്നു? സൈഗോട്ട്, അതായത് സിക്താണ്ഡം. സിക് താണ്ഡം കേട്ടോ, പറയാൻ അറിയണേ കുഞ്ഞുങ്ങളെ. ആദ്യമായിട്ട് നിങ്ങളിത് കേൾക്കുമായിരിക്കും. പരാഗണത്തിന് ശേഷം പരാഗരേണു ജനിതണ്ടിലൂടെ അണ്ഡാശയത്തിലേക്ക് ഒരു നാളിയായിട്ട് വളരുന്നു. ഈ നാളിയിലൂടെ പുംബീജം അണ്ഡാശയത്തിലെത്തി അണ്ഡാശയവുമായിട്ട് കൂടിച്ചേരുന്നു. പുംബീജം അണ്ഡവുമായിട്ട് ചേർന്ന് സിക്താണ്ഡമാകുന്ന പ്രക്രിയയാണ് ബീജസങ്കലനം എന്ന് പറയുന്നത്. ഈ പടം നല്ലതുപോലെ അറിയണം കേട്ടോ. ഇതിനകത്താണ് ഓവറി, പോളൻ ഗ്രെയിൻസ്, താണ്ടി മേപ്പോട്ട് ഇതാണ് പോളൻ ഗ്രെയിൻസ്, ഇതതിൻ്റെ ട്യൂബാണ് കേട്ടോ. ഇനി അതിൻ്റെ തന്നെ കുറേ ചോദ്യങ്ങൾ അവർ ചോദിച്ചിട്ടുണ്ട്, അത് നമുക്കത് പറയാം. വാട്ട് ഹാപ്പൻ ടു ദ പോളൻ ഗ്രെയിൻസ് ആഫ്റ്റർ പൊളിനേഷൻ? പരാഗണത്തിന് ശേഷം പരാഗരേണുവിന് എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട്. ആഫ്റ്റർ പൊളിനേഷൻ ദ പോളൻ ഗ്രെയിൻസ് ഗ്രോസ് ഡൗൺ ത്രൂ സ്റ്റൈൽ ടുവേർഡ്സ് ദ ഓവറി ഇൻ ദ ഫോം ഓഫ് എ ട്യൂബ്. ആ ഫെർട്ടിലൈസേഷൻ പഠിച്ചാൽ ഇത് പറയാൻ പറ്റും കുഞ്ഞുങ്ങളെ. അതിൻ്റെ ഒന്നാമത്തെ വരിക, പരാഗണത്തിന് ശേഷം പരാഗണരേണു ജനിതണ്ടിലൂടെ അണ്ഡാശയത്തിലേക്ക് ഒരു നാളിയായിട്ട് വളരുന്നു. ഹൗ ഡസ് ദ മെയിൽ ഗ്യാമേറ്റ്സ് റീച്ച് ദ ഓവറി? പരാഗരേണുവിലെ പുംബീജം അണ്ഡാശയത്തിൽ എത്തുന്നത് എങ്ങനെയാണ്? മെയിൽ ഗ്യാമേറ്റ് റീച്ചസ് ദ ഓവറി ത്രൂ ദീസ് ട്യൂബ് ആൻഡ് ഫ്യൂസസ് വിത്ത് ദ എഗ്. ഈ നാളിയിലൂടെ പുംബീജം അണ്ഡാശയത്തിലെത്തി അണ്ഡവുമായിട്ട് കൂടിച്ചേരുന്നു. വാട്ട് ഈസ് ഫെർട്ടിലൈസേഷൻ? ഞാനിത് സ്കെച്ച് വെച്ച് വരച്ചില്ല അല്ലേ, അതുകൊണ്ടാണ് നിങ്ങൾക്ക് എൻ്റെ ഓരോന്നും നല്ലപോലെ എഴുതിയെടുക്കണേ കേട്ടോ. 49ാമത്തെ ചോദ്യം, 50ാമത്തെ ചോദ്യം, 51ാമത്തെ ചോദ്യം. വാട്ട് ഈസ് ഫെർട്ടിലൈസേഷൻ? ബീജസങ്കലനം എന്നാൽ എന്ത്? ദ പ്രോസസ് ഓഫ് ഫ്യൂഷൻ ഓഫ് മെയിൽ ഗ്യാമേറ്റ്സ് ആൻഡ് എഗ് ടു ഫോം സൈഗോട്ട്. ഈ പേരറിയണേ കുഞ്ഞുങ്ങളെ, സൈഗോട്ട്, അതായത് സിക്താണ്ഡം കേട്ടോ. പുംബീജം അണ്ഡവുമായിട്ട് ചേർന്ന് എന്തുണ്ടാകുന്നു? സിക്താണ്ഡമാകുന്നു. ബൈ വിച്ച് നെയിം ഈസ് ഫെർട്ടിലൈസേഷൻ എഗ്? ബീജസങ്കലനം നടന്ന അണ്ഡത്തിന് ഏത് പേരിലാണ് അറിയപ്പെടുന്നതെന്ന്? സൈഗോട്ട് കേട്ടോ. 52. 53ാമത്തത്, ഇനി ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ, ബീജസങ്കലനത്തിന് ശേഷം എന്താവും ഞങ്ങളെ? പെറ്റൽസുകൾ. നമുക്ക് ഇത് കാണാതെ തന്നെ തണ്ട് ഇതാണ് ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ. ഇതാണ്ടോ പൂ, അതിൻ്റെ തണ്ട്, ഇതൊക്കെ പെറ്റൽസുകളും തലാമസും അല്ലേ പെഡിസെല്ലും, ഇതൊക്കെ നമ്മൾ പറഞ്ഞ സെപ്പൽസ്, ഇതെല്ലാം കുറേ നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ ഇത് പൂവാണ്. ആ പൂ കുറച്ച് നാൾ കഴിയുമ്പോൾ എന്തായിരുന്നു? കായായിട്ട് മാറുന്നു. ഇവിടെ വെച്ച് ആ ഓവറിക്കകത്ത് വെച്ച് പ്രവർത്തനം നടന്നാണ്ട് ഇതൊരു കായായിട്ട് മാറിയതുണ്ട്. ഇതൊക്കെ മേപ്പോട്ട് പൊങ്ങി ഈ പൂവാണ്ട് കരിഞ്ഞതാണ്ട്. ഇതാണ് സംഭവം. അപ്പോൾ ഇതിനകത്തിൽ അവർ പറയുന്നത് പെറ്റൽസ്, സെപ്പൽസ്, പെഡിസെൽ, ഓവറി, ആൻഡ്രീഷ്യം, ഇവയ്ക്കൊക്കെ എന്ത് സംഭവിക്കുന്നു? ഇവയെല്ലാം പൊഴിഞ്ഞു പോകുന്നുണ്ടോ കുഞ്ഞുങ്ങളെ? ഇതിനകത്തിൽ ഓവറിക്ക് മാത്രമേ എന്ത് സംഭവിക്കുന്നുള്ളൂ? പെറ്റൽസ് അതെന്താ? വിത്തർ ഓഫ്, അതിൻ്റെ വെതർ കൊഴിഞ്ഞു പോകുന്നു അല്ലേ? വിത്തർ അത് കൊഴിഞ്ഞു പോകുന്നു എന്നാണ് അത് കേട്ടോ. വിത്തർ ഓഫ് എന്ന് വെച്ചാൽ ദളങ്ങൾ പൊഴിഞ്ഞു പോകുന്നു. സെപ്പൽസുകൾ, വിതളങ്ങളും കൊഴിഞ്ഞു പോകുന്നു. പെഡിസെലും കൊഴിഞ്ഞു പോകുന്നു. പൂഞ്ഞെട്ടുകളും പൊഴിഞ്ഞു പോകുന്നുണ്ട് അല്ലേ? ഓവറിക്ക് മാത്രം എന്ത് സംഭവിക്കുന്നു? ബിക്കം ദ ഫ്രൂട്ട്സ്. എന്താ കുഞ്ഞുങ്ങളെ? അണ്ഡാശയം വളർന്ന് അത് വളർന്ന് ഫലമാകുന്നു. അണ്ഡാശയത്തിൽ എന്താ സംഭവിക്കുന്നത്? അതിനകത്ത് വെച്ച് പ്രവർത്തനം നടന്നത് വളർന്ന് ഫലമായിട്ട് മാറുന്നു. ആൻഡ്രീഷ്യം ഇല്ലേ, കേസരപുടം ഒക്കെ എന്ത് ചെയ്യുന്നു? ഇതെല്ലാം കൊഴിഞ്ഞ് എല്ലാം പോയിട്ട് ലാസ്റ്റിൽ എന്താ? ഓവറിക്ക് മാത്രമേ അവിടെ മാറ്റം സംഭവിക്കുന്നുള്ളൂ. അതായത് ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ഇത്ര എഴുതിയാൽ മതി. ആഫ്റ്റർ ഫെർട്ടിലൈസേഷനിൽ ദ സൈഗോട്ട് ബിക്കം ദ എംബ്രിയോ, ദ ഒവ്യൂൾ ബിക്കം ദ സീഡ്സ് ആൻഡ് ഓവറി ബിക്കം ദ ഫ്രൂട്ട്സ്. ബീജസങ്കലനത്തിന് ശേഷം സിക്താണ്ഡം ഭ്രൂണമായും, നോക്കണേ കുഞ്ഞുങ്ങളെ, സിക്താണ്ഡം ഭ്രൂണമായും ഒവ്യൂള് വിത്തായും അണ്ഡാശയം ഫലമായിട്ടും മാറുന്നു. കറക്റ്റ് ഇത് ഇത്ര എഴുതിയാൽ മതി. എന്താ? ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ ചോദിക്കുമ്പം ഇത് ഇത്രയും നിങ്ങൾ വാരി വലിച്ചത് എന്താ? ഈ ഒരൊറ്റ ഓർമ്മ എഴുതിയാൽ മതി. അപ്പോൾ നമ്മൾ ഫ്രൂട്ട്സിന് മുമ്പേ ഉള്ളത് വരെ എല്ലാം പറഞ്ഞിട്ടുണ്ട്. വൃത്തിയായിട്ട് എഴുതിയെടുക്കണേ കുഞ്ഞുങ്ങളെ കേട്ടോ. താങ്ക് യു. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് ചെയ്തേക്കണേ. നിങ്ങൾ കമൻറ്റ് ഇടണേ കുഞ്ഞുങ്ങളെ കേട്ടോ. മനസ്സിലായാലും ഇല്ലെങ്കിലും കമൻറ്റ് പറയണേ കേട്ടോ. അത് കണ്ടിട്ട് വേണം നമുക്ക് ബാക്കി ഇടാൻ. മനസ്സിലായില്ലെങ്കിൽ വെറുതെ ഞാൻ മെനക്കെടണ്ടല്ലോ കേട്ടോ. അപ്പം നിങ്ങൾ കമൻറ്റ് എന്തായാലും ഇടണേ കേട്ടോ. കമൻറ്റും ലൈക്കും ഷെയറും ഒക്കെ ചെയ്തു കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു കുഞ്ഞുങ്ങളെ. താങ്ക് യു.